Xylem Learning മക്കളെ എല്ലാവരെയും warm welcome ചെയ്യുന്നു. നമ്മുടെ one shot സീരീസുകൾ ഇതാ നമ്മൾ തകൃതിയായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഈ ഒരു 10th CBSE ബയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്ററിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അല്ലേ? How do organism reproduce? അല്ലേ? How do organism reproduce? അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററാണ്. നല്ല രീതിയിൽ കോൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഈ വരുന്ന ഈ ഒരൊറ്റ ലൈവിൽ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ടോപ്പിക്ക് നമുക്ക് ഇന്ന് സെറ്റ് ആക്കിയിട്ട് വേണം പോകാൻ. ഇവിടുന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും എന്ത് ചെയ്യണം? നമുക്ക് ആൻസർ ചെയ്യണം വേണ്ടേ? യെസ്. അപ്പം എല്ലാവരും എന്ത് ചെയ്യണം? ഫുൾ എനർജറ്റിക് ആയിട്ട് ചാറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക? ഫുൾ ഫയർ ഇമോജീസ് ഇടുക. നമ്മുടെ 10th CBSEയിലെ എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക? നമ്മുടെ ലൈവിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും വേഗം വരാൻ പറയുക. അപ്പം നമ്മൾ റെഡി ഗോ ആണ്. അപ്പോൾ ഇനി ഇതാ ബോർഡ് എക്സാമിന് അധികം സമയമൊന്നുമില്ല, അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പം ഇനി വരുന്ന സമയം എന്ത് ചെയ്യണം? നല്ല രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കണം അല്ലേ? യെസ്. അപ്പോൾ എല്ലാവരും റെഡിയായി ഇരുന്നോ? എല്ലാവരും സെറ്റ് അല്ലേ? പക്ക റെഡി അല്ലേ? യെസ്. അപ്പം നാളെ എക്സാം ഉണ്ട് അല്ലേ? അപ്പോൾ എക്സാമിന് മുന്നേ ഇന്ന് ഫുൾ നമുക്ക് എന്ത് ചെയ്യണം? റിവൈസ് ചെയ്ത് പോകണം. ഈ ചാപ്റ്റർ എന്ത് ചെയ്യണം? പക്ക ക്ലിയർ ആക്കണം. ഇതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. ഓക്കെ? യെസ്. അപ്പോൾ ഫുൾ എനർജി കാണട്ടെ. എവിടെ ഫ്രണ്ട്സിനെ ഒക്കെ കൂട്ടിക്കൊണ്ട് വരിക വേഗം. യെസ്. ക്ലിയർ? റെഡി അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? സ്ക്രീനൊക്കെ വിസിബിൾ അല്ലേ മക്കളെ? സ്ക്രീനൊക്കെ വിസിബിൾ അല്ലേ? എല്ലാം ഓക്കെ ആണല്ലോ? മിസ് പറയുന്നൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ. യെസ്. അപ്പോൾ ഇതൊന്നും പോരാ, നമ്മുടെ 10th CBSEന്റെ പവർ ഇങ്ങനെ കൂടി വരണം. അപ്പോൾ എല്ലാവരും വേഗം തന്നെ ഇതാ മിസ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഒക്കെ ഇതാ വേഗം തന്നെ സ്റ്റാറ്റസ് ഇട്ടോളാം, സ്റ്റോറി ഇട്ടോളാം. എല്ലാവരെയും കൂട്ടി വരിക. കാരണം ഹൗ ഡു ഓർഗാനിസം റീപ്രൊഡ്യൂസ് ഇന്ന് നമ്മൾ സെറ്റാക്കാൻ പോവുകയാണ് അല്ലേ? യെസ്. എങ്ങനെയുണ്ട് ഈ ചാപ്റ്റർ? നമ്മൾ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് കുറേ തരത്തിലുള്ള കൺഫ്യൂഷൻസ് നമുക്കുണ്ട്. കാരണം അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ പഠിക്കുന്നുണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ പഠിക്കുന്നുണ്ട്, അതുപോലെ പ്ലാന്റ്സിലെ റീപ്രൊഡക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ ഹ്യൂമൻ ബീങ്സിലെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അങ്ങനെ കുറേ ടോപ്പിക്സ് ഉള്ള ഒരു വലിയ ചാപ്റ്ററാണ് അല്ലേ? യെസ്. അപ്പം എല്ലാവരും എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കണം. എല്ലാവരുടെയും എനർജി ഇന്ന് ലൈവിൽ മൊത്തം വേണം. ഫുൾ എനർജി പാക്കായിട്ട് പവറായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഇന്നത്തെ ക്ലാസ്സിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വേഗം തന്നെ 100 കൗണ്ടിലേക്ക് എത്തിച്ച് വേഗം. യെസ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ഫുൾ പവറിലായിരിക്കണം. അപ്പം നമുക്കറിയാം നമ്മൾ ഇനി അങ്ങോട്ട് എടുക്കുന്ന ക്ലാസ്സും ഇതുവരെയുള്ള ക്ലാസ്സുകളുടെയൊക്കെ നോട്ട്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നോട്ട്സും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. യെസ്. ഹലോ, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ എന്ന് പറയൂ. എക്സാം ആണ്, മൊഡ്യൂൾ എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നല്ല രീതിയിലൊരു ടൈം പീരീഡിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. അതൊക്കെ മിസ്സിനറിയാം. ഈ ഒരു പീരീഡ് നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ബോർഡ് എക്സാമിന് ഉണ്ടാകും. അപ്പം ഉള്ള സമയം നല്ല രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. കാരണം ഇനി നമുക്ക് അധികമില്ല, മാസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? യെസ്. അപ്പം നല്ല രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു എഫേർട്ട് ഇടണം കേട്ടോ. അതിനുവേണ്ടി നല്ലോണം പ്രിപ്പയർ ചെയ്യാനും നിങ്ങൾ റെഡി ആയിരിക്കണം. മിസ് അടിപൊളിയായിട്ടിരിക്കുന്നു. ചെറിയ സൗണ്ടിൻ്റെ പ്രശ്നമേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. ഫുൾ പാക്ക് എനർജിയിലാണുള്ളത്. അപ്പോൾ വേഗം തന്നെ കൗണ്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരെയും വേഗം കൂട്ടിക്കൊണ്ട് വരിക. ഇതൊന്നും പോരാ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വേഗം എല്ലാവരെയും വിളിക്കുക. നിങ്ങളുടെ ക്ലാസ്സിലേക്ക് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരോടും വേഗം വരാൻ പറയുക. ഓക്കെ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ മക്കളെ? തുടങ്ങാം. എല്ലാവരും റെഡി ആണെങ്കിൽ മിസ്സിനൊരു റെഡ് ഹാർട്ട് ഇട്ട് തന്നേ. എല്ലാവരും റെഡി ആണെങ്കിൽ പക്ക ഇമോജി ഒന്ന് ഇട്ട് തന്നേ. ആ പവർ ഒന്ന് കാണട്ടെ വേഗം. യെസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. റെഡി പവർ പാക്ക് റെഡി. അപ്പം നമ്മളിതാ ഹൗ ഡു ഓർഗാനിസം റീപ്രൊഡ്യൂസിൽ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്കറിയാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് റീപ്രൊഡക്ഷൻ എന്നും എത്ര തരത്തിൽ റീപ്രൊഡക്ഷൻസ് ഉണ്ട്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഇതൊക്കെ നമ്മളിന്ന് പഠിക്കാൻ പോവുകയാണ് കേട്ടോ.
ഇതൊക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പം എല്ലാവരും എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ഫോക്കസ്ഡ് ആയിട്ടിരിക്കണം, കംപ്ലീറ്റ് എനർജി വേണം, എങ്കിലേ മിസ് എന്ത് ചെയ്യുള്ളൂ, നല്ല അടിപൊളി അമ്മിട്ട് പൊട്ടുന്ന പോലെ ക്ലാസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, സോ റീപ്രൊഡക്ഷൻ എന്താണ് മക്കളെ? ഈ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റീപ്രൊഡ്യൂസ് ചെയ്യുക അല്ലേ? മിസ് ചോദിക്കുമ്പോൾ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പം റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഓർഗാനിസം എന്താണ്? യെസ്, പ്രൊഡ്യൂസിങ് ദി യങ്ങർ വൺസ് അല്ലേ? ഒരു ഓർഗാനിസം പുതിയ യങ്ങർ വൺസിന് എന്ത് ചെയ്യാൻ? റീപ്രൊഡ്യൂസ് ചെയ്യാണ്. സോ റീപ്രൊഡക്ഷൻ ഈസ് ദി പ്രോസസ് ബൈ വിച്ച് ലിവിങ് ഓർഗാനിസം പ്രൊഡ്യൂസ് ന്യൂ ഇൻഡിവിജ്വൽസ് ഓഫ് സെയിം സ്പീഷ്യസ് അല്ലേ? നമ്മൾ മനുഷ്യന്മാർ തന്നെ മനുഷ്യ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നു അല്ലേ? ആനക്കുട്ടികൾ എന്ത് ചെയ്യുന്നു? വലിയ ആനകൾ കുഞ്ഞു ആനകളെ ഉണ്ടാക്കിയെടുക്കും. അപ്പം നമ്മുടെ തന്നെ സ്പീഷ്യസിൻ്റെ പുതിയ ജനറേഷനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് എന്ത് മക്കളെ? റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വി ആർ റീപ്രൊഡ്യൂസിങ് ന്യൂ ഇൻഡിവിജ്വൽസ് ഓഫ് അവർ ഓൺ സ്പീഷ്യസ്. നമ്മുടെ തന്നെ സ്പീഷ്യസിനെ എന്ത് ചെയ്യാണ്? നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നെസസറി ഫോർ സർവൈവൽ ആൻഡ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഓഫ് സ്പീഷ്യസ്. ഓരോ സ്പീഷ്യസും സർവൈവ് ചെയ്ത് പോകണമെങ്കിലും അവരുടെ പോപ്പുലേഷൻ കൂടണമെങ്കിലും എന്ത് വേണം? റീപ്രൊഡക്ഷൻ വേണം. വേണ്ടേ? റീപ്രൊഡക്ഷൻ വേണം. അല്ലെങ്കിലോ പണ്ടേ നമ്മളൊക്കെ ഇല്ലാണ്ടായി പോയേനെ. ഡൈനോസേഴ്സ് പിന്നെ ഇല്ലാണ്ടായിപ്പോയി, എക്സ്റ്റിങ്റ്റ് ആയിപ്പോയി. പിന്നെ റീപ്രൊഡക്ഷൻ നടക്കാൻ ആളില്ല അല്ലേ? മെയിലും ഫീമെയിലും ഉണ്ടെങ്കിലേ അവിടെ റീപ്രൊഡക്ഷൻ നടക്കുന്നുള്ളൂ, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുള്ളൂ, പുതിയ ഫെർട്ടിലൈസേഷൻ നടന്ന് പുതിയൊരു യങ്ങർ വൺ ഉണ്ടാവുന്നുള്ളൂ. അതില്ലാത്തടത്തോളം ആ സ്പീഷ്യസ് നിന്നുപോയി അല്ലേ? സോ അതുകൊണ്ട് റീപ്രൊഡക്ഷൻ ഈസ് നെസസറി ഫോർ ദി സർവൈവ് ചെയ്ത് പോകാനും നമ്മുടെ പോപ്പുലേഷനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും റീപ്രൊഡക്ഷൻ വളരെ എസെൻഷ്യലാണ്. ഇഫ് ഓർഗാനിസംസ് ഡു നോട്ട് റീപ്രൊഡ്യൂസ് ദെയർ പോപ്പുലേഷൻ ഡിക്രീസസ് ആൻഡ് സ്പീഷ്യസ് വിൽ ബിക്കം എക്സ്റ്റിങ്ക്റ്റ് അല്ലേ? റീപ്രൊഡക്ഷൻ നടന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൈനോസറുകളെ പോലെ നമ്മളൊക്കെ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയേനെ അല്ലേ? സോ റീപ്രൊഡക്ഷൻ ഈസ് ദ എസെൻഷ്യൽ വൺ ഇൻ ദി ലിവിങ് ഓർഗാനിസം. ലിവിങ് ഓർഗാനിസത്തിൻ്റെ കേസിൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മേജർ ലൈഫ് പ്രോസസ്സിൽ വരുന്ന മറ്റൊരു പ്രോസസ്സാണെന്ത്? നമ്മുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് മക്കളെ റീപ്രൊഡക്ഷൻ്റെ സിഗ്നിഫിക്കൻസ്? നമ്മൾ എപ്പോഴും ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ എന്ത് വേണം? ഇതിൻ്റെയൊക്കെ സിഗ്നിഫിക്കൻസ്, ഇതുകൊണ്ട് എന്താണ് കാരണം, എന്താണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, പ്രയോറിറ്റി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ റീപ്രൊഡക്ഷനെ കൊണ്ട് എന്താ പ്രയോറിറ്റി? ഇറ്റ് അലൗസ് കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷ്യസ് ജനറേഷൻ ആൻഡ് ആഫ്റ്റർ ജനറേഷൻ അല്ലേ? ഓരോ ജനറേഷൻ കഴിയുന്നതിനനുസരിച്ച് അതിൻ്റെ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ആരാ? നമ്മുടെ റീപ്രൊഡക്ഷനാണ്. ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എവല്യൂഷൻ അല്ലേ? എവല്യൂഷൻ പണ്ട് നമ്മളിങ്ങനെയായിരുന്നോ? കുരങ്ങന്മാരെ പോലെ ഇരുന്നാണ് അല്ലേ? ആ കുരങ്ങന്മാരിൽ നിന്ന് കുറേ മാറ്റങ്ങൾ നമ്മളിലേക്ക് വന്നു. നമ്മൾ നേരെ നിവർന്ന് നടക്കാൻ തുടങ്ങി അല്ലേ? നമ്മൾ കൈകൊണ്ട് പല പണികളും വർക്ക് ചെയ്യാൻ തുടങ്ങി. അല്ലാതെ മരത്തെ കയറി ക്യാച്ച് ചെയ്ത് പഴങ്ങളും അതൊക്കെ പറിച്ച് തിന്നല്ല, നമ്മൾ സ്വന്തം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം വലിയൊരു എവല്യൂഷൻ നമ്മുടെ സ്പീഷ്യസിൽ നടന്നു. ഇതുപോലെ എല്ലാ ജീവജാലങ്ങളിലും എന്ത് ചെയ്തു? എവല്യൂഷനിൽ ഒരു റോൾ ഈ റീപ്രൊഡക്ഷൻ ഉണ്ട്. റീപ്രൊഡക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്? എവല്യൂഷൻ്റെ ആ ഒരു കണ്ടിന്യൂറ്റി അവിടെ നിർത്തുന്നത്. സോ ഫേവറബിൾ വേരിയേഷൻ, നമുക്ക് വേണ്ട വേരിയേഷനെ അച്ചീവ് ചെയ്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോയി ജനറേഷൻ ബൈ ജനറേഷൻ മാറ്റം വരുത്തണമെങ്കിൽ അവിടെ എന്ത് വേണം? റീപ്രൊഡക്ഷൻ വേണം. വേണ്ടേ? റീപ്രൊഡക്ഷൻ വേണം. ക്ലിയർ ആയോ? അതാണെന്ത്? റീപ്രൊഡക്ഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ബാച്ചിലെ കുട്ടികൾക്ക് ഇൻസ്റ്റാ ലേൺ കിട്ടിയില്ലേ? അപ്പം നമ്മുടെ ഇൻസ്റ്റാ ലേൺ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഓരോ റിവിഷൻസും പോകുന്നത്. അപ്പം നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിൻ്റെയും ഇൻസ്റ്റാ ലേൺ കിട്ടും, അതിൻ്റെ വർക്ക്ഷീറ്റ്സും കാര്യങ്ങളും കിട്ടും. അതുവഴി നിങ്ങൾക്ക് സൂപ്പറായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ, സൂപ്പറായിട്ട് പഠിക്കാൻ പറ്റും. അസ്ത്ര ബാച്ചിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പം അസ്ത്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ ഇൻസ്റ്റാ ലേൺസും ക്ലാസ്സസും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. റിവിഷൻ സീരീസുകൾ ഇനി നമ്മൾ തുടങ്ങും. അപ്പം അതിലൊക്കെ ആക്റ്റീവായിട്ട് തന്നെ നിങ്ങൾ നിൽക്കാം. ഓക്കെ, ആപ്പിൽ ക്ലാസ് ഉണ്ട് അല്ലേ? നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, സോ ഇതാണ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് റീപ്രൊഡക്ഷൻ. ഫേവറബിൾ വേരിയേഷൻ അനുസരിച്ച് എന്ത് ചെയ്യുന്നു? നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാമല്ലോ. ഈ സിഗ്നിഫിക്കൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, റീപ്രൊഡക്ഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ലിവിങ് ഓർഗാനിസം ഇൻ ഓർഡർ ടു. എന്തുകൊണ്ടാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇത്രയും എസെൻഷ്യൽ ആവാനുള്ള കാരണം? ഇതിലേതാ കറക്റ്റ് ആൻസർ വരും? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ, വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ.
റീപ്രൊഡക്ഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ലിവിങ് ഓർഗാനിസം. എന്തുകൊണ്ടാണ് ജീവനുള്ള അല്ലെങ്കിൽ ജീവനുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ജീവികൾക്ക് റീപ്രൊഡക്ഷൻ എസെൻഷ്യൽ ആണെന്ന് നമ്മൾ പറയാനുള്ള കാരണം എന്താ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് ആരാ കറക്റ്റ് ആൻസർ പറയുന്നത് നോക്കട്ടെ. വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേടാ. യെസ്, എല്ലാവരും കറക്റ്റ് ആൻസർ പറയുന്നുണ്ട്. വേഗം വേഗം എല്ലാവരും കമൻറ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഒരു സ്പീഷീസിനെ ജനറേഷൻ ടു ജനറേഷൻ കണ്ടിന്യൂറ്റി കൊണ്ടുവരണമെങ്കിൽ അവിടെ എന്ത് വേണം? അവിടെ റീപ്രൊഡക്ഷൻ വേണം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് കണ്ടിന്യൂ ദ സ്പീഷീസ് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ. ഇറ്റ് കണ്ടിന്യൂ ദ സ്പീഷീസ് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്താണ് ഇവിടെ? ഡി ആണ് അല്ലേ? ഡി ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കണം. ജനറേഷൻസ് കണ്ടിന്യൂറ്റി കൊണ്ടുപോകണമെങ്കിൽ അവിടെ എന്ത് വേണം? റീപ്രൊഡക്ഷൻ ആണ് വേണ്ടത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡയറക്ഷൻസ്, കുറച്ച് അസേഷൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യൻ ആണ്. ഡയറക്ഷൻ ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, എ സ്റ്റേറ്റ്മെന്റ് ഇസ് ഫോളോഡ് ബൈ സ്റ്റേറ്റ്മെന്റ് റീസൺ. നമുക്ക് അസേഷനും റീസണും തന്നിട്ടുണ്ട്. ക്ലോൺസ് ആർ ഓഫ്സ്പ്രിങ്സ് ഓഫ് ആൻ ഓർഗാനിസം ഫോംഡ് ബൈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. റീസൺ തന്നത് ക്ലോൺസ് ഹാവ് എക്സാക്ട് കോപ്പീസ് ഓഫ് DNA ആസ് ദെയർ പാരൻസ്. ഇതിൻ്റെ അസേഷനും റീസണും തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? രണ്ടും ശരിയാണോ അതോ രണ്ടും തെറ്റാണോ? ഇനി റീസൺ കറക്റ്റ് ആണോ റീസൺ ശരിയല്ല? ഏതാണ്? ക്ലോൺസ് ആർ ഓഫ്സ്പ്രിങ്സ് ഓഫ് ആൻ ഓർഗാനിസംസ് ഫോംഡ് ബൈ asexual reproduction ആൻഡ് clones have exact copies of DNA as their parent. ഏതാ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യും. എല്ലാവരും ഷട്ടപ്പോട്ടി ഒന്ന് കമൻറ്റിങ് വരട്ടെ. എവിടെ പവർ? എവിടെ എവിടെ എവിടെ? യെസ്, വരട്ടെ, പവർ വരട്ടെ. 10th CBSE പിള്ളേരല്ലേ അല്ലേ? അതിന് എനർജി ഇവിടെ കാണണ്ടേ? ഈ ആണ് അല്ലേ. ക്ലോൺസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നു? അവരുടെ തന്നെ കോപ്പീസിന് ഉണ്ടാക്കുകയാണ് അല്ലേ. ക്ലോൺസ് ആർ ഓഫ് സ്പ്രിങ്സ് ഓഫ് ആൻ ഓർഗാനിസം ഫോംഡ് ബൈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന മെത്തേഡാണ് ക്ലോണിങ്. അവിടെ എന്ത് ചെയ്യുന്നു? എക്സാക്ട് കോപ്പീസ് ആണ് അവർ ഉണ്ടാക്കുന്നത്. എക്സാക്ട് കോപ്പീസ്. അവിടെ ഇവിടെ A and R ട്രൂ ആൻഡ് R is the correct explanation of A അല്ലേ. A is true അല്ലേ. എല്ലാം കറക്റ്റാണ്, എല്ലാം കറക്റ്റാണ്. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു ക്ലോണിങ്ങിലേക്ക് നമ്മൾ വരാൻ പോവാണ്. അസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അതിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ്? ഡയറക്റ്റ് ആ സിംഗിൾ പാരൻ്റ് അതിൻ്റെ ഓഫ്സ്പ്രിങ്സിനെ ഉണ്ടാക്കുകയാണ്. അവിടെ വേരിയേഷൻസ് വരുന്നില്ല, പുതിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. സെയിം കോപ്പീസിനെ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പം നോക്കുക, ഓർഗാനിസംസ് ലുക്ക് സിമിലർ ബിക്കോസ് ദെയർ ബോഡി ഡിസൈൻ ആർ സിമിലർ അല്ലേ. നമ്മുടെ ബോഡി ഡിസൈൻ ഒരേപോലെ ആയതുകൊണ്ടാണ് ഓർഗാനിസംസ് ഒരേപോലെ ഇരിക്കുന്നത്. റീപ്രൊഡക്ഷൻ അറ്റ് ഇറ്റ്സ് മോസ്റ്റ് ബേസിക് ലെവൽ ഇൻവോൾവ് മേക്കിംഗ് കോപ്പി ഓഫ് ബ്ലൂ പ്രിൻറ്റ് ഓഫ് ബോഡി ഡിസൈൻ. ഒരു ബോഡി ഡിസൈൻ്റെ അതേ കോപ്പീനെ ഉണ്ടാക്കുകയാണ് അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്ന് നമ്മൾ പറയുന്നത്. സോ DNA ഇൻ ദ സെൽ ന്യൂക്ലിയസ് ഈസ് ദ ഇൻഫർമേഷൻ സോഴ്സ് ഫോർ മേക്കിംഗ് പ്രോട്ടീൻ ആൻഡ് ഡിഫറെൻറ്റ് പ്രോട്ടീൻസ് ലീഡ് ടു ഡിഫറെൻറ്റ് ബോഡി ഡിസൈൻസ്. അപ്പം നമ്മൾ ഈ റീപ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു? ഏറ്റവും ബേസിക് ലെവലിൽ സ്പീഷ്യസ് ടു സ്പീഷ്യസ് നടക്കുകയാണ്. അതുവഴി എന്ത് ചെയ്യുന്നു? ഇൻഫർമേഷൻ സോഴ്സ് ഫോർ മേക്കിംഗ് പ്രോട്ടീൻ ആൻഡ് ഡിഫറെൻറ്റ് പ്രോട്ടീൻ ലീഡ് ടു ഡിഫറെൻറ്റ് ബോഡി ഡിസൈൻ. നമ്മുടെ ബോഡിയിലെ നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലുള്ള DNA ആണ് ഓരോ പ്രോട്ടീനും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ പ്രോട്ടീനാണ് എന്ത് ഡിസൈഡ് ചെയ്യുന്നത്? ഞാൻ എങ്ങനെയായിരിക്കണം, എൻ്റെ ബോഡി ഡിസൈൻ എങ്ങനെയായിരിക്കണം എന്ന് ഡിഫൈൻ ചെയ്യുന്നത് ഈ DNA വഴി ഉണ്ടാവുന്ന പ്രോട്ടീനാണ് അല്ലേ. പ്രോട്ടീനാണ്. അപ്പോൾ പ്രോട്ടീനാണ് എന്ത് ഡിസൈഡ് ചെയ്യുന്നത്? നമ്മുടെ ബോഡി ഡിസൈഡ് എങ്ങനെ വേണം? എൻ്റെ മുടിക്ക് കറുത്ത നിറം വേണോ, ബ്രൗൺ നിറം വേണോ, ഞാൻ എൻ്റെ മുഖത്തിൻ്റെ നിറം, എൻ്റെ ബോഡിയിലെ കളർ, നമ്മുടെ ബോഡി കളർ എങ്ങനെ വേണം, കണ്ണിൻ്റെ ഷേപ്പ് എങ്ങനെ വേണം, മൂക്ക് നീണ്ടിട്ട് വേണോ, ചുണ്ട് കളർ പിങ്ക് വേണോ, ബ്രൗൺ വേണോ, ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്, എൻ്റെ ഹൈറ്റ്, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് എന്താ? എൻ്റെ DNA ആണ്. എൻ്റെ DNA ആണ്. മനസ്സിലായോ? എൻ്റെ DNA ആണ്. സോ ഈ DNA കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിൽ റീപ്രൊഡക്ഷനും വലിയ റോളുണ്ട്. നമ്മൾ അതിലേക്ക് വരികയാണ്. സോ ബേസിക് ലെവൽ ഓഫ് റീപ്രൊഡക്ഷൻ ഈസ് ദ ക്രിയേഷൻ ഓഫ് DNA കോപ്പി അല്ലേ. ഒരു DNA അതിൻ്റെ തന്നെ കോപ്പീസിനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് റീപ്രൊഡക്ഷൻ. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ക്ലോണിങ്ങിൽ സംഭവിക്കുന്നത്. സോ DNA കോപ്പി ഈസ് അക്കമ്പനീഡ് ബൈ സെൽ ഡിവിഷൻ ഗിവിംഗ് റൈസ് ടു 2 cells.
അല്ലേ? DNA കോപ്പി എന്ന് പറഞ്ഞാൽ അത് പുതിയ 2 സെല്ലിനെ സെൽ ഡിവിഷൻ വഴി പുതിയ 2 സെല്ലിനെ ഉണ്ടാക്കിയെടുക്കുന്നു, അവിടെ പുതിയ വ്യത്യാസം വരുത്തുന്നു. ആൻഡ് DNA കോപ്പിംഗ് ഓൾവേസ് ഇൻവോൾവ് സം വേരിയേഷൻ. ഹെൻസ് DNA കോപ്പി ജനറേറ്റഡ് ആർ സിമിലർ ബട്ട് നോട്ട് ഐഡൻറ്റിക്കൽ. ടെൻഡൻസി ഓഫ് വേരിയേഷൻ ഡ്യൂറിംഗ് ദ റീപ്രൊഡക്ഷൻ ലീഡ്സ് ടു എവല്യൂഷൻ. ഈ വ്യത്യാസം എന്ത് സംഭവിക്കുന്നു? അവരുടെ DNA ചേഞ്ചസ് വരുത്തുന്നു, അതിനനുസരിച്ച് എവല്യൂഷനിൽ ചേഞ്ചസ് വരുത്തുന്നു. എവല്യൂഷനിൽ ചേഞ്ചസ് വരുത്തുന്നു. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? സോ DNA കോപ്പിംഗ് ഈസ് ഓൾവേസ്, DNA കോപ്പിംഗ് എന്ത് ചെയ്യുന്നു? എപ്പോഴും ഒരു വേരിയേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം DNA അവിടെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. ചേഞ്ചസ് വരുത്തുന്നതിനനുസരിച്ച് നമ്മളുടെ ബോഡി ഡിസൈനിൽ എന്ത് ചെയ്യുന്നു? മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. സോ എന്തൊക്കെയാണ് ഈ വേരിയേഷൻ്റെ ഇമ്പോർട്ടൻസ്? എന്താണ്? DNA കോപ്പിംഗ് ഡ്യൂറിങ് റീപ്രൊഡക്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മെയിൻറ്റെയിനിങ് ദ ബോഡി ഡിസൈൻസ്. അതായത് നമ്മുടെ ഈ റീപ്രൊഡക്ഷൻ നമ്മൾ പറയുമ്പോൾ ഈ ഒരു ബോഡി ഡിസൈൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ അവിടെ റീപ്രൊഡക്ഷന് വലിയ റോളുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ടു സർവൈവ് എക്സിസ്റ്റിംഗ് എൻവയോൺമെൻറ്റ്. നമ്മുടെ ചുറ്റുപാടിൽ നമുക്ക് സർവൈവ് ചെയ്ത് പോകണമെങ്കിലും അവിടെ എന്ത് വേണം? നമ്മുടെ ഈ ഒരു റീപ്രൊഡക്ഷൻ തന്നെ വേണം. എങ്കിലേ പുതിയ വേരിയേഷൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഉള്ള വേരിയേഷനെ അവിടെ കൺസേർവ് ചെയ്ത് വെക്കണമെങ്കിലും റീപ്രൊഡക്ഷൻ തന്നെ വേണം. എന്നാലേ പുറത്തെ നമ്മുടെ എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് ഡൈനോസേഴ്സ് എക്സ്റ്റെൻഡ് ആയി പോയത്. എന്തുകൊണ്ടാണ്? പുതിയ വേരിയേഷൻസ് വന്നു, നാച്ചുറൽ സെലക്ഷൻ നടന്നു. അതായത് എന്ത് പറ്റി? വലിയ പ്രളയം, വലിയ ഫ്ലഡ് വന്നു. ഫ്ലഡ് വന്നപ്പോൾ എന്ത് ചെയ്തു? ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള ആനിമൽസിന് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാണ്ടായി. ആ സസ്റ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് ഇല്ലാതായി. അവർക്ക് വേരിയേഷൻസ് വന്ന് അവരുടെ സൈസിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ എന്ത് സംഭവിച്ചേനെ? സസ്റ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി വന്നേനെ, അല്ലേ? യെസ്, അതാണെന്ത് ഈ ഒരു വേരിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ മേജർ ടോപ്പിക്കിലേക്ക് വരാൻ പോവാണ്. ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ. ഏതൊക്കെ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട്? നിങ്ങളൊന്ന് പറഞ്ഞേ. റീപ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ ഒരു മിനിറ്റ്. അപ്പോൾ നോക്കിക്കോളാം, നമ്മൾ കാണാൻ പോകുന്നത് റീപ്രൊഡക്ഷൻ ആണ്. റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എത്ര ടൈപ്പ് ഉണ്ട് മക്കളെ? റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ടൈപ്പ് റീപ്രൊഡക്ഷൻ ഉണ്ട്? നിങ്ങൾ വേഗം കമൻറ്റ് ചെയ്തേ. റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ടൈപ്പ് റീപ്രൊഡക്ഷൻ ഉണ്ട്? 2 ആയിട്ട് നമ്മൾ മേജർ ക്ലാസിഫൈ ചെയ്യുന്നു, അല്ലേ? ലൈറ്റ് പറയുന്നു. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. അസെക്ഷ്വൽ റീപ്രൊഡക്ഷനും രണ്ടാമത്തേത് എന്താണ്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, അല്ലേ? റീപ്രൊഡക്ഷനെ നമുക്ക് 2 ആയിട്ട് മേജറായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്നാണ് അസെക്ഷ്വൽ, രണ്ടാമത്തേതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഈ അസെക്ഷ്വൽ റീപ്രൊഡക്ഷനിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇവിടെ അസെക്ഷ്വൽ എന്ന് പറയാൻ അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താ? അതൊന്ന് പറഞ്ഞേ. സിംഗിൾ പാരൻ്റ് ആണ്, അല്ലേ? അസെക്ഷ്വൽ റീപ്രൊഡക്ഷനിൽ സിംഗിൾ പാരൻ്റ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷനിലോ അവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ പാരൻ്റ് ഉണ്ട്. അല്ലേ? കറക്റ്റ് അല്ലേ? മിസ് പറയുന്നത് കറക്റ്റ് അല്ലേ? വേഗം ഒന്ന് ആൻസർ ചെയ്തേ. സെക്ഷൽ റീപ്രൊഡക്ഷനും അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ സിംഗിൾ പാരൻ്റ് ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷനിലോ മെയിൽ ആൻഡ് ഫീമെയിൽ ബോത്ത് പാരൻ്റ് ഇൻവോൾവ്ഡ് ആണ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താ? നിങ്ങൾ പറഞ്ഞേ. വേറെ നെക്സ്റ്റ് പോയിന്റ് പറയൂ. സിംഗിൾ പോയിന്റ് ആണ്. ഇതെയോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ യെസ്, നോ ഗമേറ്റ്സ്, അല്ലേ? അവിടെ ഗമേറ്റ്സ് ഒന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ഇവിടെയോ ഗമേറ്റ്സ് ഉണ്ട്. ഗമേറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഫ്യൂഷൻ നടന്ന് പുതിയ സൈഗോട്ട്, പുതിയ ഓർഗാനിസത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലേ? വെരി ഗുഡ്. ഭാവി വ്ലോഗ്സ് പറയുന്നു നോ ഗമേറ്റ്സ്. പിന്നെ വേറെന്തൊക്കെ ഡിഫറൻസ് പറയാം? അസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും തമ്മിൽ വേറെന്തൊക്കെ ഡിഫറൻസ് പറയുമെന്ന് പറഞ്ഞേ വേഗം. വേഗം പറഞ്ഞോ. സ്ലോ ആക്കുവാണല്ലോ ഷിനു ബേബി. ഞാൻ സ്ലോ ആക്കിയല്ലോ. സ്ലോ ആയിട്ടാണ് പോകുന്നത്. യെസ്,
ഫാസ്റ്റർ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ അതെവിടെയാ? അസെക്ഷലോ സെക്ഷലോ? ഫാസ്റ്റർ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്നെങ്ങനെ പറയാൻ പറ്റുമോ? മിയോട്ടിക് ഡിവിഷനിലെ റിഡക്ഷൻ ഡിവിഷനാണ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നടക്കുന്നത് അല്ലേ? റിഡക്ഷൻ ഡിവിഷനാണ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നടക്കുന്നത്. വെരി ഗുഡ്, റിഡക്ഷൻ ഡിവിഷനാണ്. യെസ്, വെരി ഗുഡ്. അനിമി പറയുന്നുണ്ട് നോ വേരിയേഷൻ അല്ലേ? അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ വേരിയേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്, ലിമിറ്റഡ് ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷനിലോ വാസ്റ്റ് വേരിയേഷൻസ് ഉണ്ട്. വേരിയേഷൻസ് ഒക്കെ കാരണം നമ്മുടെ അച്ഛൻ്റെ അമ്മേൻ്റെ അതേ കോപ്പീസ് ആണോ നമ്മൾ? അല്ല, നമ്മൾ പുതിയ തന്നെ വെറൈറ്റീസ് ആയിട്ട് വരും, നമുക്ക് വേരിയേഷൻസ് വരുന്നു അല്ലേ? പുതിയ വേരിയേഷൻസ് വരുന്നുണ്ട്. യെസ്, പിന്നെ 100% ഐഡന്റിക്കൽ വരുന്നു അല്ലേ? യെസ്, ഡയറക്റ്റ് കോപ്പീസ് ആണ് ഉണ്ടാക്കുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഡയറക്റ്റ് കോപ്പീസിനെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേയോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ന്യൂ ഓർഗാനിസം അല്ലേ? ന്യൂ ഓർഗാനിസത്തെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സാക്ട് കോപ്പീസ് ആണോ? നോ കോപ്പീസ്. കോപ്പീസ് അല്ല ആരുണ്ടാക്കുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത്. സോ നമുക്ക് പറയാം അസെക്ഷൽ ആൻഡ് സെക്ഷൽ. അസെക്ഷൽ എന്താണ്? റീപ്രൊഡക്ഷൻ ഇൻ വിച്ച് ന്യൂ ഇൻഡിവിജ്വൽസ് ആർ പ്രൊഡ്യൂസ്ഡ്. പുതിയ ഇൻഡിവിജ്വലിനെ പ്രൊഡ്യൂസ് ചെയ്യാണ് സിംഗിൾ പാരന്റിൽ നിന്ന്. അതാണ് എന്ത്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷനിലോ 2 ഇൻഡിവിജ്വൽസ് ആർ ഇൻവോൾവ് ടു പ്രൊഡ്യൂസ് എ ന്യൂ ഇൻഡിവിജ്വൽ അല്ലേ? പുതിയ ഇൻഡിവിജ്വൽ ഉണ്ടാക്കുന്നു. ഇവിടെ ഇതാ നോ ഫെർട്ടിലൈസേഷൻ അല്ലേ? ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല അസെക്ഷലിൽ. സെക്ഷലിലോ ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. യെസ്, വെരി ഗുഡ്. അപ്പം ഈ രീതിയിൽ റീപ്രൊഡക്ഷൻ്റെ ഡിഫറൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്, PYQs വരുന്നതാണ്. എന്താണ് അസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് മനസ്സിലാക്കി വെക്കാം. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ പല ടൈപ്പ് ഉണ്ട്. ഫിഷൻ, ബഡ്ഡിങ്, റീജനറേഷൻ, ഫ്രാഗ്മെൻറ്റേഷൻ, സ്പോർ ഫോർമേഷൻ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലേ? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പം ഇനി ഇത് ഓരോന്നായിട്ട് നമുക്കങ്ങ് പഠിച്ചാലോ? ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പഠിച്ചാലോ? റെഡി ആണോ ഗൈസ്? റെഡി ആണോ? ഓക്കെ, അപ്പോൾ നമ്മളിതാ ഒന്നാമതായിട്ട് നമ്മൾ കണ്ടു ബൈനറി ഫിഷൻ ഇൻ അമീബ, അതുപോലെ തന്നെ സിസ്റ്റ് ഫോർമേഷൻ അല്ലേ? സിസ്റ്റ് ഫോർമേഷൻ, അതുപോലെ ബഡ്ഡിങ്, പിന്നെയോ മൾട്ടിപ്പിൾ റീജനറേഷൻസ് ഉണ്ട്, ഫ്രാഗ്മെൻറ്റേഷൻസ് ഉണ്ട്, സ്പോർസ് പ്രൊഡക്ഷൻ ഉണ്ട്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഉണ്ട്. അതിലൊന്നാമതായിട്ട് നമ്മൾ കാണാൻ പോകുന്നതാണെന്ത്? ഫിഷൻ. ഫിഷൻ. യെസ്, നിങ്ങളെല്ലാവരും റെഡിയാണെങ്കിൽ എന്താണ് മക്കളെ ഫിഷൻ എന്ന് പറഞ്ഞാൽ? ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, ഒരു സെല്ല് ഈ സെല്ല് ഡിവൈഡ് ചെയ്ത പുതിയ സെല്ലായി മാറി അല്ലേ? പുതിയ സെല്ലായി മാറി. ഈ സെല്ല് ഡിവൈഡ് ചെയ്ത് പുതിയ 2 സെല്ലായി മാറി. ഇതിനെ നമ്മൾ പറയുന്നു ബൈനറി ഫിഷൻ. ബൈനറി ഫിഷൻ. ഇനി ഇതൊരു ഓർഗാനിസം ആയിരുന്നു. ഇതെന്തു ചെയ്തു? പല ഡിവിഷൻ ഇങ്ങനെ നടന്നു. പല ഡിവിഷൻ നടന്ന് പുതിയ പല ഓർഗാനിസമായിട്ട് മാറി. ഇതിനെ നമുക്ക് പറയാം മൾട്ടിപ്പിൾ ഫിഷൻ അല്ലേ? മൾട്ടിപ്പിൾ ഫിഷൻ. ക്ലിയർ ആയോ? യെസ്. ഡിസീസസ് നമ്മൾ ലാസ്റ്റ് പഠിക്കും കേട്ടോ. ഡിസീസസ് നമ്മൾ ലാസ്റ്റത്തേക്കാണ് പഠിക്കുന്നത്, അവിടെ പഠിക്കാം. അപ്പോൾ നോക്കുക, ബൈനറി ഫിഷനും മൾട്ടിപ്പിൾ ഫിഷനും. ബൈനറി ഫിഷൻ എന്നാൽ ഇക്വേഷണൽ ഡിവിഷൻ, രണ്ടും ഈസി ആയിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തു, പുതിയ ഓർഗാനിസംസ് ഉണ്ടായി. മൾട്ടിപ്പിൾ ഫിഷനിലോ അതിൽ ഓരോ ഭാഗവും എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്ത് പുതിയ ഓർഗാനിസമായി മാറുന്നു. അതാണെന്ത്? മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറഞ്ഞാൽ. സോ ഫിഷൻ എന്ന് പറഞ്ഞാൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അവിടെ യൂണിസെല്ലുലാർ ഓർഗാനിസമാണ് ഇൻവോൾവ് ചെയ്യുന്നത്. ആ യൂണിസെല്ലുലാർ ഓർഗാനിസം ഒരൊറ്റ സെല്ലായിട്ടുള്ള ജീവി എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്ത് പുതിയ 2 അല്ലെങ്കിൽ കുറേ ഇൻഡിവിജ്വൽസ് ഉണ്ടാവുന്നു. അതിൽ 2 എണ്ണമാണ് ബൈനറി ഫിഷനും മൾട്ടിപ്പിൾ ഫിഷനും. ബൈനറി ഫിഷനിൽ എന്താണ്? ഇറ്റ് ഫോംസ് 2 ഇൻഡിവിജ്വൽ. ഫസ്റ്റ് ന്യൂക്ലിയസ് ഡിവൈഡ് ആൻഡ് ഫോം 2 ന്യൂക്ലൈ. ദെൻ ദ സൈറ്റോപ്ലാസം ഡിവൈഡ് ആൻഡ് ഫോംസ് 2 ഡോട്ടർ സെൽ. ആദ്യം ഇതിൻ്റെ ന്യൂക്ലിയസ് 2 ഡിവൈഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ടോ അതിൻ്റെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്തു, പുതിയ 2 ഓർഗാനിസം ആയിട്ട് മാറി. അതാണെന്ത്? ബൈനറി ഫിഷൻ എന്ന് നമ്മൾ പറയുന്നത്. മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയുമ്പോഴോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇൻ ദിസ് മെത്തേഡ് 1 ഓർഗാനിസം ഡിവൈഡ് ഇൻറ്റു മെനി ഡോട്ടർ സെൽ. മെനി
ഡോട്ടർ സെൽ. ഇവിടെ നിങ്ങൾ കാണുന്നത് ബൈനറി ഫിഷനാണ്. ഇത് ബൈനറി ഫിഷനാണ്. കണ്ടോ, സെല്ലിൻ്റെ ഉള്ളിലെ ന്യൂക്ലിയസ് രണ്ടും ഡിവൈഡ് ചെയ്തു. ന്യൂക്ലിയസ് രണ്ടും ഡിവൈഡ് ചെയ്ത് സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്തു. അങ്ങനെ നമുക്ക് 2 പുതിയ ഓർഗാനിസമായി മാറി അല്ലേ. എക്സാമ്പിളാണ് ഇത് അമീബ. എക്സാമ്പിള് അമീബ. മൾട്ടിപ്പിൾ ഫിഷൻ എക്സാമ്പിളാണ് പ്ലാസ്മോഡിയം, മലേറിയൽ പാരസൈറ്റ് അല്ലേ. മലേറിയൽ പാരസൈറ്റ് കണ്ടോ, സിസ്റ്റ് ഇങ്ങനെ ഫോം ചെയ്തു, ആ സിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് പുതിയ ഓർഗാനിസമായി മാറുന്നു. അതാണ് മലേറിയൽ പാരസൈറ്റിലെ മൾട്ടിപ്പിൾ ഫിഷൻ്റെ എക്സാമ്പിൾ. എക്സാമ്പിൾ പഠിക്കണേ. ബൈനറി ഫിഷൻ്റെ എക്സാമ്പിളാണെന്ത് അമീബ. മൾട്ടിപ്പിൾ ഫിഷൻ്റെ എക്സാമ്പിളാണ് ഇത് മലേറിയൽ പാരസൈറ്റ് ആയിട്ടുള്ള പ്ലാസ്മോഡിയം. ക്ലിയർ? ഓക്കെ അല്ലേ? ക്ലിയർ? അപ്പോൾ ഫിഷൻ സെറ്റായോ? ഫിഷൻ സെറ്റായെങ്കിൽ വേഗം ഒരു അമ്മിട്ട് പൊട്ടുന്ന ഇമോജി ഇട്ടേ, ഒരു പടക്കമൊക്കെ ഇട്ടേ, ചാറ്റ് ബോക്സിൽ അങ്ങോട്ട് നിറയട്ടെ. ഫിഷൻ ക്ലിയർ ആണല്ലോ? ഫിഷൻ ക്ലിയർ അല്ലേ മക്കളെ? റെഡിയാണ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തയിലേക്ക് പോയാലോ? ഓക്കെ ഓക്കെ ദെൻ അതാ അമിട്ട് പൊട്ടുന്നുണ്ട്, ചാറ്റ് ബോക്സ് നിറച്ച് അമിട്ട് പൊട്ടുന്നുണ്ട്. നമ്മളിതാ രണ്ടാമത്തേതിലേക്ക് പോവാണ്, നമ്മുടെ ബഡ്ഡിങ്. ബഡ്ഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? In this method, a bud-like projection is formed on the body of organism, and bud develops into new individual, separate from parent, forms an independent individual. അല്ലേ അല്ലേ? ഇവിടെ ഇതാണ് നമ്മുടെ ഓർഗാനിസം എങ്കിൽ, ഇതാണ് നമ്മുടെ ഓർഗാനിസം, ഇതാണ് നമ്മുടെ ഹൈഡ്ര എങ്കിൽ ഇതിലെന്ത് സംഭവിക്കുന്നു? ഇതിലെന്ത് സംഭവിക്കുന്നു? ഈ ഒരു സൈഡിലായിട്ട് പുതിയൊരു ബഡ് ജനറേറ്റ് ചെയ്ത് വരുന്നു. പുതിയൊരു ബഡ് ജനറേറ്റ് ചെയ്ത് വരുന്നു. ഈ ബഡ് ഇങ്ങനെ വളരാൻ തുടങ്ങി, വളർന്ന് എന്ത് ചെയ്യുന്നു? ഈ ബഡ് വളർന്ന് കൊഴിഞ്ഞ് താഴെ വീണു, പുതിയ ഒരു ബഡായിട്ട് വളരുന്നതായി. കേട്ടോ, ഈ ബഡ് കൊഴിഞ്ഞ് താഴെ വീണ് എന്നിട്ടോ അത് പുതിയൊരു ഓർഗാനിസമായി മാറി. അപ്പോൾ ഇറ്റ് ഈസ് ഫോംഡ് എ പ്രൊജക്ഷൻ, ഒരു ബഡ് ലൈക്ക് പ്രൊജക്ഷൻ ഇവിടെ തുടർന്നു. ആ ബഡ് പിന്നെ ഡെവലപ്പായി. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ഇറ്റ് ദെൻ സെപ്പറേറ്റ് ഫ്രം ദ പാരൻറ്റ് ആൻഡ് ഫോംസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഇൻഡിവിജ്വൽ. അത് സെപ്പറേറ്റ് ആയിട്ടോ പുതിയൊരു ഓർഗാനിസമായിട്ട് മാറുന്നു. പുതിയൊരു ഓർഗാനിസമായിട്ട് മാറുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇപ്പം ഫിഷൻ പഠിച്ചപ്പോഴും ഈ ബഡ്ഡിങ് പഠിച്ചപ്പോഴും പാരൻറ്റിനെ പോലെ തന്നെ എക്സാക്റ്റ് അതേ കോപ്പിയിലല്ലേ ഓർഗാനിസം ഉണ്ടാവുന്നത്. അപ്പം എക്സാക്റ്റ് കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഉണ്ട് അല്ലേ? അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള കുറേ വേരിയേഷൻസ് അല്ലെങ്കിൽ അവരുടെ ബോഡിയിലുള്ള ജീനിനെ കൺസേർവ് ചെയ്യാൻ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഒരു പ്രധാന റോളുണ്ട്. ഓക്കെ, ഇറ്റ് കൺസേർവ് ദ ജനറ്റിക് പൂൾ. ആ ഓർഗാനിസത്തിൻ്റെ ജീനിനെ കൺസേർവ് ചെയ്യുക, വേരിയേഷൻസ് ഒന്നും വരാതെ അത് അതേപോലെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ്റെ ഒരു ബെനിഫിറ്റാണ്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ബഡ്ഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പമായിട്ട് തന്നെ പഠിക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ഈസ്റ്റിലാണെങ്കിലും കണ്ടോ, ഇതുപോലൊരു ബഡ് ജനറേറ്റ് ചെയ്യും. ആ ബഡ് എന്താകും? ഓരോ ബഡും പുതിയ ഓർഗാനിസമായിട്ട് മാറുന്നു. ഇത് എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ബഡ്ഡിങ്, ഈസ്റ്റ്, ഹൈഡ്ര. ബഡ്ഡിങ്ങിൻ്റെ എക്സാമ്പിൾ ഈസ്റ്റും ഹൈഡ്രയും. ക്ലിയർ അല്ലേ? യെസ്. ഡണ്ടണ കാട് 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 കടണ്ടണ കാട് കാ അല്ലേ? ഡൺ ഡൺ ഡൺ. യെസ്. അപ്പോൾ ഡണ്ടണക്ക ഡണ്ണാണെങ്കിൽ എല്ലാവരും ഒന്ന് ഓക്കെ പറയൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത റീജനറേഷനിലേക്ക് പോവുകയാണ്. റീജനറേറ്റ് ചെയ്യുന്ന വീണ്ടും ജനറേറ്റ് ചെയ്യാണ് അല്ലേ? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ
fully differentiated organism to give rise to new individual organism from its body part and which contain a specialized cell grow to regenerate into separate individual. ഈ ഹൈഡ്രയിൽ ബഡ്ഡിങ് നടക്കും, ചിലതിൽ എന്താ റീജനറേഷൻ നടക്കും. ഇവിടെ നിങ്ങൾ നോക്കിയാൽ പ്ലനറിന് തല മുറിഞ്ഞു പോയി, ഉടൽ മുറിഞ്ഞു പോയി, വാല് മുറിഞ്ഞു പോയി. പക്ഷെ ആ തല എന്താകുന്നു? പുതിയ ഓർഗാനിസമായി മാറുന്നു. ഉടൽ എന്താവുന്നു? പുതിയ ഓർഗാനിസമായി മാറുന്നു. ഇത് മൾട്ടി സെല്ലാറാണ്, യൂണിസെല്ലാർ അല്ല. നിങ്ങൾ ആലോചിക്കണം, ഒരൊറ്റ സെല്ലല്ല, ഒരു പല സെല്ലുള്ള ജീവി തല പോയി, വാല് പോയി, ഉടൽ പോയാലും അതിൽ നിന്ന് പുതിയ ജീവൻ ഉണ്ടാക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീജനറേഷൻ. ഇറ്റ് ക്യാൻ റീജനറേറ്റ് ഇറ്റ്സ് ബോഡി ഫ്രം എനി സെഗ്മെൻറ്റ് ഓഫ് ദ ബോഡി. ആ ബോഡിയിലെ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് മുറിഞ്ഞു പോയാലും അതിൻ്റെ ആ ഭാഗം എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും ഉണ്ടായി അതിൻ്റെ പുതിയ ഓർഗാനിസമായിട്ട് മാറാൻ പറ്റും. ക്ലിയർ ആയോ? മൾട്ടിപ്പിൾ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നിച്ച് ഡിവിഷൻ നടക്കുകയാണ്, എല്ലാവരും ഒന്നിച്ച് ഡിവിഷൻ നടക്കുകയാണ്. ഇതങ്ങനെയല്ല. ഇതിൻ്റെ തല മുറിഞ്ഞു പോയാൽ അത് ആ പുതിയ ഓർഗാനിസമായി റീജനറേറ്റ് ചെയ്യും. വാല് മുറിഞ്ഞു പോയാൽ വാലും പുതിയ ഓർഗാനിസമായിട്ട് റീജനറേറ്റ് ചെയ്യും. ക്ലിയർ? സെറ്റല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ ഇതാണ് മക്കളെ നമ്മുടെ റീജനറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് തന്നെ വെക്കുക. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. ഹൈഡ്രയിലും എന്താ? ആംബ്യൂട്ടേഷൻ. ഇത് ഫുള്ള് വെട്ടിപ്പോയി, വാലായി, തലയായി, എന്നാലും എന്ത് ചെയ്യും? അതിൽ നിന്ന് പുതിയ ഓർഗാനിസം റീജനറേറ്റ് ചെയ്യും. അപ്പം ഇവിടെ നിങ്ങൾ എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ്? ഹൈഡ്ര റീജനറേറ്റ് ചെയ്യും, പ്ലനേറിയ റീജനറേറ്റ് ചെയ്യും, ആൻഡ് സ്റ്റാർ ഫിഷിനും റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതും എക്സാമ്പിളായിട്ട് പഠിച്ചു വെക്കുക. ക്ലിയർ? യെസ്. പാട്ടല്ലേ, നമുക്ക് റെഡിയാക്കാം. നമുക്ക് റാപ്പ് പാടാം. 3, 2, 1. അക്കുത്തിക്കുത്താണ് വരുന്നേ, കയ്യക്കുത്ത് കടുങ്കുത്ത്, ജീപ്പ് വെള്ളം താറാവെള്ളം, താറാമക്കട കയ്യേലൊരു ബാങ്ക്, താറാമക്കട കയ്യേലൊരു ബാങ്ക്, പരിപ്പ് കുത്തിപ്പാൽ ചൂടാക്കി ഞാനുമുണ്ട് സീതയുമുണ്ട്, സീതയുടെ പേരെന്ത് അറിയില്ല. അക്കുത്തിക്കുത്താണ് വരുന്ന കയ്യേക്കുത്ത് കടുങ്കുത്ത്, ജീപ്പ് വെള്ളം താറാവെള്ളം, താറാമക്കട കയ്യേലൊരു ബാങ്ക്, കയ്യേലൊരു ബാങ്ക്, പരിപ്പ് കുത്തിപ്പാൽ ചൂടാക്കി ഞാനുമുണ്ട് സീതയുമുണ്ട്, സീതയുടെ അച്ഛൻ്റെ പേരെന്ത് അറിയില്ല. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ റാപ്പല്ല വളരെ മെലഡിയസ് ആയിട്ടുള്ള പാടാൻ വേണമെങ്കിൽ അതും ഞാൻ പാടിത്തരാം. പക്ഷേ ഈ സൗണ്ടിൽ പാടിയാൽ അത് ഏത് കോലത്തിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ. ഏയ് ബനാനി ഒരു പൂ തരാമോ, ഈ ബനാനി ഒരു കായ് തരാമോ, ഈ ബനാനി ഒരു പൂ തരാമോ, ഈ ബനാനി ഒരു കായ് തരാമോ. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ മെലഡി വേണോ? അത് നമുക്ക് പാടിത്തരാം. ഏതോ ഇവിടെ അവൈലബിൾ ആണ്. ഏത് ലെവൽ വേണം? മേലെ വേണോ, താഴെ വേണോ, ഏത് തരം? യെസ്, ഓക്കെ, ക്ലിയർ? സീതയുടെ അച്ഛൻ്റെ പേര് ചോദിക്കുന്നില്ല, വേണ്ട. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നമുക്ക് പോയാലോ? അടുത്തതിലേക്ക് പോകാം. റെഡി 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 റെഡി. എനിക്ക് മനസ്സിലായി, പക്ഷെ നമുക്ക് ഈ ഒരു ക്ലാസ് മുന്നോട്ട് പോകേണ്ടതുണ്ട് കേട്ടോ. ഞാനൊന്ന് നോക്കട്ടെ. നമുക്ക് നോക്കാം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, സോ റീജനറേഷൻ ക്ലിയർ ആയി, സെറ്റായി. അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് പോകാം. അടുത്ത അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് മക്കളെ ഫ്രാഗ്മെൻറ്റേഷൻ. ആ പേരിൽ തന്നെയുണ്ട്. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് അവരുടെ ബോഡി എങ്കിൽ ഈ ഫ്രാഗ്മെൻറ്റുകളെല്ലാം പീസായി പോയി. ആ പീസസ് എന്താവുന്നു? പുതിയ ഓർഗാനിസം. അപ്പോൾ നിങ്ങൾ ചോദിക്കുക അത് തന്നെയല്ല റീജനറേഷൻ എന്ന്. പക്ഷെ അങ്ങനെയല്ല. റീജനറേഷൻ എന്ന് പറഞ്ഞാൽ ആ ഭാഗം എങ്ങനെ പോയാലും, ഏത് ഭാഗം മുറിഞ്ഞു പോയാലും അതിൽ നിന്ന് റീജനറേറ്റ് ചെയ്യും. ഇതെങ്ങനെയാണ്?
ഫ്രാഗ്മെൻ്റ് ആകും, എല്ലാ ഭാഗവും ഒന്നിച്ച് ഫ്രാഗ്മെൻ്റ് ആകും. സോ ഇൻ ദിസ് മെത്തേഡ് ബോഡി ഓഫ് എ സിമ്പിൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ബ്രേക്കപ്പ് ഇൻ ടു സ്മോളർ പീസസ് ഓൺ മെച്ചുറേഷൻ. ഈച്ച് ഫ്രാഗ്മെൻറ്റ് ഡെവലപ്പ് ഇൻ ടു ന്യൂ ഇൻഡിവിജ്വൽ. ഈ ഓരോ പീസും എന്താകുന്നു, ഡെവലപ്പായി പുതിയ ഓർഗാനിസമായിട്ട് മാറുന്നു. അതിനെയാണ് നമ്മൾ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് എന്താ, അതിൽ ന്യൂക്ലിയസ്, സ്പൈറൽ ക്ലോറോപ്ലാസ്റ്റ് ഒക്കെ ഉണ്ട്. അതിൽ ഓരോ ഫ്രാഗ്മെൻറ്റും ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, പുതിയ ഓർഗാനിസമായിട്ട് മാറുന്നു. അപ്പം ഇവിടെയും നിങ്ങൾ എക്സാമ്പിൾ പഠിച്ചു വെക്കുക. സ്പൈറോഗൈറ, അതുപോലെ ഫ്ലാറ്റ് വേം, ഇതൊക്കെ എന്താണ്, ഫ്രാഗ്മെൻറ്റേഷൻ നടക്കുന്ന ഓർഗാനിസംസ് ആണ്. ക്ലിയർ? ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? അപ്പോൾ ഫ്രാഗ്മെൻറ്റേഷൻ. ഇനി നമ്മൾ സ്പോർ ഫോർമേഷനിലേക്ക് പോവാണ്. ഫ്രാഗ്മെൻറ്റേഷനിൽ ഡൗട്ട് ഉണ്ടോ? അടുത്തതിലേക്ക് പോട്ടെ മിസ്? ക്ലിയർ അല്ലേ? എവിടെയെങ്കിലും സ്റ്റക്കായി സംശയം തോന്നുന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ, മിസ് പറഞ്ഞുതരാം. കൂൾ. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൽ ഒരു പോയിന്റ് പോലും നമുക്ക് മിസ്സാക്കാനില്ല. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചാപ്റ്റർ കേട്ടോ. അതുകൊണ്ട് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ? സെക്കാരോമൈസിസ് ഈസ്റ്റ് എന്ന് പറയും, ബൊട്ടാനിക്കൽ നെയിം സെക്കാരോമൈസിസ് ഈസ്റ്റ് ട്ടോ. ഓക്കെ, spore formation. In this method, structures called sporangia produce tiny cells called spores. അല്ലേ? സ്പൊറാൻജിയോസ്പോർ, അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ അവരുടെ ബോഡിയിൽ എന്തുണ്ട്, സ്പൊറാൻജിയം ഉണ്ട്. ആ സ്പൊറാൻജിയം എന്ത് ചെയ്യുന്നു, ചെറിയ ചെറിയ സ്പോർസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ചെറിയ ചെറിയ പൊടികൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാണ്. ആ സ്പോർസ് എന്ത് ചെയ്യുന്നു, വെൻ കം ഇൻ കോണ്ടാക്ട് വിത്ത് മോയിസ്റ്റ് സർഫസ്, ആ സ്പോറിന് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിലെ ഒരു മോയിസ്റ്റ് കണ്ടീഷൻ കിട്ടിക്കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഇറ്റ് ഡെവലപ്പ് ഇൻ ടു ന്യൂ ഇൻഡിവിജ്വൽ. ചെറിയ പൊടി പോലത്തെ സ്പോർസ് അവർ പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്പോർസ് എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ട കണ്ടീഷൻ, ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ റീപ്രൊഡ്യൂസ് ചെയ്ത് അത് പുതിയ ഓർഗാനിസമായി മാറുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഈ സ്പോർ ഡെവലപ്പ് ചെയ്ത് പുതിയ ഓർഗാനിസമായിട്ട് എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. അതിനെയാണ് നമ്മൾ സ്പോർ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെയും എക്സാമ്പിൾ പഠിച്ചു വെക്കണേ. റൈസോപ്പസ്, ബ്രെഡ് മോൾഡ്, ബ്രെഡിൽ നമ്മൾ കാണുന്ന പൂപ്പൽ, അതിൻ്റെ പൊടിയാണ്. ആ പൊടിയാണ് എന്ത് ചെയ്യുന്നത്, പുതിയ ഫംഗസ് ആയിട്ട് മാറുന്നത്. അതുപോലെ മ്യൂക്കർ, എല്ലാ ഫംഗസുകളെല്ലാം എന്താണ്, ഈ സ്പോർ ഫോർമേഷൻ ആണ് നടത്തുന്നത്. ഓക്കെ, അപ്പം സ്പോർ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ഫേവറബിൾ കണ്ടീഷനിലായി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് ഡെവലപ്പായി റീപ്രൊഡ്യൂസായി പുതിയ ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. യെസ്, അതാണ്. ഇത് കണ്ടോ, സ്പൊറാൻജിയം, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോറാണ് ഇതിൻ്റെ മേലെ കാണുന്നത്. ആ സ്പോർ എന്ത് ചെയ്യുന്നു, ജെർമിനേറ്റ് ചെയ്ത് പുതിയ ഓർഗാനിസമായിട്ട് മാറുന്നു. ക്ലിയർ ആയോ മക്കളെ? അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ച അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെ നമ്മൾ പഠിച്ചു? നമ്മൾ ആദ്യം ഫിഷൻ പഠിച്ചു, ബൈനറി ഫിഷൻ, മൾട്ടിപ്പിൾ ഫിഷൻ, ബഡ്ഡിങ് പഠിച്ചു, ഫ്രാഗ്മെൻറ്റേഷൻ പഠിച്ചു, റീജനറേഷൻ പഠിച്ചു, ദെൻ ബഡ്ഡിങ് കഴിഞ്ഞു, ദെൻ ഏതാണ് റീജനറേഷൻ, സ്പോർ ഫോർമേഷൻ, എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടു അല്ലേ, ഫ്രാഗ്മെൻറ്റേഷൻ ഒക്കെ കണ്ടു. അപ്പം എല്ലാം പഠിക്കണം, അതിന് എക്സാമ്പിൾസ് പഠിക്കണം, ഓരോന്നിൻ്റെ ഫിഗേഴ്സ് മനസ്സിൽ വെക്കാം. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. Assertion: Plasmodium reproduces by multiple fission. Multiple fission is a type of asexual mode of reproduction. ഇതിൻ്റെ അസേർഷനും റീസൺ ഏതാ, കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നൊന്ന് പറഞ്ഞേ. Plasmodium reproduces by multiple fission. Multiple fission is a type of asexual reproduction. ആ ഫ്രാഗ്മെൻറ്റേഷനിൽ ബോഡി ഫ്രാഗ്മെൻ്റായി മാറും. എന്നിട്ടാണ് ആ ഫ്രാഗ്മെൻ്റ് എന്ത് ചെയ്യുന്നത്, ഒരു ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. യെസ്, അതെ, കറക്റ്റ് ആണ് അല്ലേ, അസേഷൻ റീസൺ കറക്റ്റ് ആണ്. സോ നമുക്ക് ഏത് പറയാം, ഓപ്ഷൻ എ. യെസ്. ഇനി നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലേക്ക് പോവുകയാണ്. അതായത് asexual reproduction in plants. Asexual reproduction in plants.
പ്ലാന്റ്സിൽ എങ്ങനെയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് അതാണ് എന്ത് ചെയ്യുന്നത് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ക്ലിയർ? മ്യൂക്കസ് പ്ലാന്റ് ആവും. അതേത് പ്ലാന്റ്? ഏത് പ്ലാന്റാണ് ഉദ്ദേശിച്ചത്? റീജനറേഷൻ ഞാൻ പറഞ്ഞു, നമ്മുടെ ബോഡിയിലെ ഏത് ഭാഗം മുറിഞ്ഞു പോയി, ഇപ്പോൾ പ്ലാനേറിയുടെ വാല് മാത്രം മുറിഞ്ഞു പോയാലും അതിൽ നിന്ന് പുതിയതുണ്ടാവും. പക്ഷെ ഫ്രാഗ്മെൻറ്റേഷനിൽ അവരുടെ ബോഡി ഫ്രാഗ്മെൻ്റായി പല പീസസായി എല്ലാം ഒന്നിച്ച് മാറി അതിൽ നിന്നാണ് എല്ലാം ഡിവൈഡ് ചെയ്ത് മാറിയിട്ടാണ് പുതിയ ഓർഗാനിസം ആവുന്നത്. എക്സ്റ്റേണലി ആണ് അവരുടെ ബോഡി ഡിവിഷൻ നടക്കുന്നത്. പ്ലാനേറിയയിൽ ഇൻറ്റേർണലായിട്ട് ഡിവിഷൻ നടന്നതിന് ശേഷമാണ് ഓരോ ഓർഗാനിസമായിട്ട് മാറുന്നത്. ക്ലിയർ? യെസ്. സോ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിൽ നടക്കുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഈ മെത്തേഡിൽ പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് പ്ലാന്റ് ലൈക്ക് റൂട്ട്, സ്റ്റെം ഓർ ലീവ്സ്. നമ്മളിപ്പം ഒരു ഫ്ലവർ എടുത്തു, ഒരു പ്ലാന്റ് എടുത്തു, ഒരു പ്ലാന്റ് എടുത്തു, അതിൽ റൂട്ടുണ്ട്, സ്റ്റെമ്മുണ്ട്, ലീഫുണ്ട്, ഫ്ലവർ ഉണ്ട്. ഫ്ലവർ എന്ന് പറയുന്നത് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് അല്ലേ? ഫ്ലവർ എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. എന്നാൽ റൂട്ട്, സ്റ്റെം, ലീഫ് എന്ന് പറയുന്നത് അതിൻ്റെ വെജിറ്റേറ്റീവ് പാർട്ടാണ്. അപ്പോൾ ഒരു പ്ലാന്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ വെജിറ്റേറ്റീവ് പാർട്ടും ഉണ്ട്, റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ട്. ഈ വെജിറ്റേറ്റീവ് പാർട്ടാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. സോ വെജിറ്റേറ്റീവ് പാർട്സ് ആയിട്ടുള്ള റൂട്ട്, സ്റ്റെം, ലീവ്സ് ഇവർ വഴിയാണ് പുതിയ ഓർഗാനിസംസ് ഉണ്ടാവുന്നതെങ്കിൽ അതിനെ നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നു. സോ റൂട്ട് വഴി ഉണ്ടാവുന്നതാണ് ഡാലിയ, സ്വീറ്റ് പൊട്ടറ്റോ. അതുപോലെ സ്റ്റെം വഴി ജിഞ്ചർ, പൊട്ടറ്റോ, ഒണിയൻ ഒക്കെ സ്റ്റെം വഴിയാണ്. ബൈ ലീവ്സ് വഴി ഉണ്ടാവുന്നതാണ് ഇത് ബ്രയോഫില്ലം എന്ന് നമ്മൾ പറയുന്നത്, ബയോഫില്ലം. അതുപോലെ തന്നെ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടും എന്ത് ചെയ്യാം? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടത്താം. അതിലൊന്ന് കട്ടിങ്, നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്ത് കൊടുക്കും. തമ്പ് നമ്മൾ റോസേൻ്റെ ഒക്കെ എന്താ ചെയ്യുന്നത്? കമ്പ് മുറിച്ചെടുത്ത് നടും അല്ലേ? അതുവഴി നമുക്ക് റോസം, ക്രൈസാന്തിയം, ഗ്രേപ്സ് ഇതൊക്കെ കട്ടിങ് വഴി പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. മ്യൂസ പാരഡൈസിക്കാണോ? മ്യൂസ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാഴയല്ലേ ഉദ്ദേശിക്കുന്നത്? അത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. വാഴ കന്നുകൊണ്ട് കുഴിച്ചിട്ടിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. സെക്ഷൽ അല്ല, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് കേട്ടോ. ക്ലിയർ? യെസ്. അപ്പം അതുപോലെ കട്ടിങ് വഴി നടത്തുന്നു വെച്ച് കമ്പ് നട്ടിട്ട് എന്ത് ചെയ്യുന്നു? നടത്തുന്നു. രണ്ടാമത്തേത് ലെയറിങ്, ലെമൺ, ഗൗവ, ഹിബിസ്കസ് അല്ലേ? ലെമൺ, ഗൗവ, ഹിബിസ്കസ് ചെമ്പരത്തിൻ്റെ ഒക്കെ ലെയറിങ് നടത്തുന്നു റൂട്ട് വഴി. അതുപോലെ ബോഗൻവില്ല, ജാസ്മിൻ, റാസ്ബെറി, സ്ട്രോബെറി ഇതൊക്കെ ലെയറിങ് വഴി റൂട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് കമ്പിലേക്ക് മണ്ണിലേക്ക് തട്ടിയിട്ട് നടത്താം. ആ രീതിയിൽ എന്ത് ചെയ്യുന്നു? വേരുകളിൽ വീണ്ടും എന്ത് ചെയ്യുന്നു? പുതിയ ചെടികൾ നടത്താം. അതുപോലെ ഗ്രാഫ്റ്റിംഗ്, ഇൻ ദിസ് മെത്തേഡ് അപ്ലൈ ടു ഇംപ്രൂവ് വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് ലൈക്ക് മാംഗോ, ആപ്പിൾസ്. മാംഗോയിലും ആപ്പിളിലും ഇനി അല്ലാതെ പൂച്ചെടികളിലാണെങ്കിലും നമുക്ക് വേണ്ട വെറൈറ്റി ഏത് ചെടിയിൽ അപ്ലൈ ചെയ്യാവോ അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കമ്പ്, ഇപ്പോൾ ചുവന്ന റോസയാണെങ്കിൽ ആ ചുവന്ന റോസേൻ്റെ കമ്പ് എടുത്തിട്ട് വെള്ള റോസയിലൂടെ കയറ്റി ചേർത്ത് വെച്ചാൽ അവിടെ ചുവപ്പും വെള്ളയും കൂടെയുള്ളൊരു റോസ ചെടീനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? അതാണ് എന്ത്? ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ കട്ടിങ്, ലെയറിങ്, ഗ്രാഫ്റ്റിംഗ് ഒക്കെ എന്താണ്? ആർട്ടിഫിഷ്യലായിട്ടുള്ള നമുക്ക് മനുഷ്യർ ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ പ്രൊപ്പഗേഷനാണ്. ആർട്ടിഫിഷ്യൽ പ്രൊപ്പഗേഷനാണെന്ത്? ആർട്ടിഫിഷ്യൽ പ്രൊപ്പഗേഷനാണ് നമ്മൾ പറയുന്ന കട്ടിങ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിങ്. നാച്ചുറൽ ആയിട്ടുള്ള പ്രൊപ്പഗേഷനാണെന്ത്? ഈ പറയുന്ന ബൈ റൂട്ട്, സ്റ്റെം, ലീഫ് വഴി നടക്കുന്ന ബ്രയോഫില്ലം ഒക്കെ. ഓക്കെ, അപ്പോൾ ബ്രയോഫില്ലം എന്ന് പറഞ്ഞാൽ ലീഫിൻ്റെ ഭാഗം എവിടെയെങ്കിലും കൊഴിഞ്ഞ് വീണാൽ അത് പുതിയ ഓർഗാനിസമായി മാറും. പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റെമ്മാണ് അത് പ്രൊഡ്യൂസ് ചെയ്തുണ്ടാവുന്നത്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞ റൂട്ട്, സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ ആണെങ്കിൽ എന്താണ്? റൂട്ടിൽ പുതിയ ഓർഗാനിസം ഉണ്ടാവുന്നു അല്ലേ? സെക്ഷൽ റീപ്രൊഡക്ഷനുള്ള റൂട്ടിൽ പുതിയ ഓർഗാനിസം ഉണ്ടായി മാറാണ്. ചെറിയ ട്യൂബേഴ്സുകൾ പോലെ ഉണ്ടായി അതിൽ നിന്ന് പുതിയ ഓർഗാനിസം ഉണ്ടാവുന്നു. ക്ലിയർ? യെസ്. അപ്പോൾ അതാണെന്ത് നമ്മൾ പറയുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. മ്യൂസയിൽ സ്റ്റെം റൂട്ടാണ്, റൂട്ട് ബൈ റൂട്ടിൽ നടക്കുന്നതാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ.
Okay. അപ്പോൾ അതാണ് എന്ത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, കട്ടിങ്, ലെയറിങ്, ഗ്രാഫ്റ്റിങ്. അസെക്ഷൽ അതിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അഡ്വാൻറ്റേജസ് ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? പ്ലാന്റ് ടേക്സ് ലെസ് ടൈം ടു ഗ്രോ അല്ലേ, കുറഞ്ഞ സമയം കൊണ്ട് എന്ത് ചെയ്യും പ്ലാന്റ്സ് വളരും. പിന്നെയോ ഇറ്റ് ഓൾസോ ഹെൽപ്പ് ഇൻ പ്രൊപ്പഗേഷൻ ഓഫ് പ്ലാന്റ് വിച്ച് ഡു നോട്ട് പ്രൊഡ്യൂസ് സീഡ്. സീഡ് ഉണ്ടാവാത്ത ചെടികളാണ് ഇത് നമ്മുടെ റോസ, ജാസ്മിൻ, ബനാനയൊക്കെ അല്ലേ. ബനാനയ്ക്കൊന്നും സീഡ് ഉണ്ടാവുന്നില്ല. അപ്പോൾ അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ രീതിയിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി പുതിയ ഓർഗാനിസംസ് ഉണ്ടാക്കാം. പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് ഡോർമൻസി ഉണ്ട് അല്ലേ. ദെൻ ഡിസഡ്വാൻറ്റേജ്, ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നോ ജനറ്റിക് വേരിയേഷൻസ് അവർ കൊണ്ടുവരുന്നില്ല. ആൻഡ് ഡിസീസ് ഓഫ് പാരന്റ് പ്ലാന്റ് ഗെറ്റ് ട്രാൻസ്ഫർ ടു ഓഫ് സ്പ്രിങ് അല്ലേ. പാരൻറ്റിന് എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ അത് ഓഫ് സ്പ്രിങ്സിനും കൂടെ ബാധിക്കുന്നതാണ്. മൂന്നാമത്തേതോ ന്യൂ ക്യാരക്ടേഴ്സ് ക്യാൻ നെയ്തർ ബി ഇൻട്രൊഡ്യൂസ് നോർ അൺഡിസൈറബിൾ ക്യാരക്ടേഴ്സ് ക്യാൻ ബി എലിമിനേറ്റഡ് അല്ലേ. പുതിയ ക്യാരക്ടേഴ്സ് എന്തുണ്ടാക്കാനും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, ന്യൂ ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പറ്റില്ല. അതുപോലെ തന്നെയോ നോർ അൺഡിസൈറബിൾ ക്യാരക്ടേഴ്സ് ബി എലിമിനേറ്റഡ്, അൺഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എലിമിനേറ്റ് ചെയ്യാനും പറ്റത്തില്ല. വേണ്ട ക്യാരക്ടേഴ്സ് അവിടെ നിലനിൽക്കുകയും ചെയ്യും, വേണ്ടാത്ത ക്യാരക്ടേഴ്സിനെ നമുക്ക് ഒഴിവാക്കാനും പറ്റത്തില്ല. അതും ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. ക്ലിയർ? അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പഠിക്കണം. ഇതും 2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ് കേട്ടോ. ഇനിയുള്ളതാണ് ടിഷ്യൂ കൾച്ചർ. ഇതും ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അവിടെ എന്താ ചെയ്യുന്നത്? ന്യൂ പ്ലാന്റ്സ് ആർ ഗ്രോൺ ബൈ റിമൂവിങ് ടിഷ്യൂസ് അല്ലേ. ചെറിയൊരു ക്യാരറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഈ ക്യാരറ്റ് എന്ന് പറയുന്ന ഒരു ടിഷ്യൂ ആണ്. ആ ടിഷ്യൂവിനെ ഒരു ന്യൂട്രിയൻ മീഡിയത്തിലൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടെസ്റ്റ് ട്യൂബിൽ ഇട്ടിട്ട് വളർത്താം അല്ലേ. ഇതിപ്പോൾ ടെസ്റ്റ് ട്യൂബ് ആണെങ്കിൽ ഈ കോട്ടൺ പ്ലഗൊക്കെ വെച്ച് അതിലേക്ക് ന്യൂട്രിയൻ മീഡിയം ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ക്യാരറ്റിനെ വളർത്തി പുതിയ ക്യാരറ്റ് പ്ലാന്റ് ആക്കി മാറ്റാം അല്ലേ. അപ്പം അതുപോലെ പുതിയ പ്ലാന്റ്സിനെ ഒരു മീഡിയത്തിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ട്, അതായത് സെൽസ് ആർ ഇൻഡ്യൂസ് ടു ഡിവൈഡ് ആർട്ടിഫിഷ്യലി ബൈ കെമിക്കൽ, നമ്മൾ കെമിക്കൽസ് കൊടുക്കുന്നത്, അതായത് ഹോർമോൺസിനെ കൊടുത്ത് ഇൻഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ടു ഫോം എ ഗ്രൂപ്പ് ഓഫ് സെൽസ് കോൾഡ് കാലസ്. അങ്ങനെ എന്ത് ചെയ്യും? ഇതിങ്ങനെ വളരും. അങ്ങനെ വളർന്ന ഫോമിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? വളരുന്ന ഫോമിനെയാണ് കാലസ് എന്ന് പറയുന്നത്. ഈ കാലസ് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ടു അനദർ മീഡിയം കണ്ടെയ്നിങ് ഹോർമോൺസ് ഫോർ ഗ്രോത്ത് ആൻഡ് ഡിഫറൻഷിയേഷൻ. അത് വളരാനും ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഹോർമോൺസ് നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? പുതിയ പ്ലാന്റ്ലെറ്റ് അവിടെ ഡെവലപ്പ് ആകുന്നു. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. കോമൺലി യൂസ്ഡ് ഫോർ ഓർണമെൻ്റൽ പ്ലാന്റ്സ്. ക്ലിയർ? യെസ്. അപ്പോൾ അതാണ് എന്ത് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ മക്കളെ? ടിഷ്യൂ കൾച്ചർ. അപ്പോൾ ഇത്രയും നമ്മൾ എന്ത് ചെയ്തു? അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് പഠിച്ചത്. ഓൺലി 1 ഇൻഡിവിജ്വൽ ഓഫ് ഓർഗാനിസം ഈസ് ഇൻവോൾവ് അല്ലേ. ഒരു പാരൻ്റ് ആണ് ഇൻവോൾവ് ആവുന്നത്. ന്യൂ ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസ് ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ, പാരൻസിനോട് ഐഡൻറ്റിറ്റിക്കൽ ആയിട്ടാണ് എന്ത് പുതിയ ഓർഗാനിസംസ് ഡെവലപ്പ് ആവുന്നത്. ആൻഡ് റാപ്പിഡ് മോഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, പെട്ടെന്ന് നടക്കുന്ന ഡിവിഷൻസ് ആണ് ഇവിടെ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ അല്ലേ. റീപ്രൊഡക്ഷൻ വളരെ പെട്ടെന്ന് നടക്കുന്നു, പെട്ടെന്ന് തന്നെ ഓർഗാനിസംസ് ഉണ്ടാവുന്നു. അപ്പോൾ നമുക്ക് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് പോയാലോ? അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഫസ്റ്റ് തൊട്ട് നമുക്കൊന്നുകൂടി പോയാലോ? നമ്മൾ പറഞ്ഞു റീപ്രൊഡക്ഷൻ അസെക്ഷലും ഉണ്ട്, സെക്ഷലും ഉണ്ട്. എല്ലാവരും മിസ്സിൻ്റെ കൂടെ തന്നെ പറയാം. ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അപ്പം അസെക്ഷൽ ആൻഡ് സെക്ഷൽ എന്ന് പറഞ്ഞാൽ അസെക്ഷൽ എത്ര പാരൻ്റ് ആണ് ഇൻവോൾവ് ആവുന്നത്? ഒരു പാരൻ്റ് ആണ് അല്ലേ. എക്സാക്ട് കോപ്പീസ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സിംഗിൾ പാരൻ്റ്, നോ ഗാമേറ്റ്സ്, നോ വേരിയേഷൻ, സഡൻ ആയിട്ടുള്ള ഡിവിഷൻസ് ഉണ്ടാവുന്നു, പെട്ടെന്നുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നു. ഓ ലേറ്റ് ആണ് മോളെ, 1 അവർ കഴിഞ്ഞില്ലേ, 45 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ബൈനറി ഫിഷൻ ഉണ്ട്. അമീബയിൽ എന്ത് ചെയ്യുന്നു? നേരെ ഒരു സെല്ല് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, പുതിയ 2 ഓർഗാനിസംസ് ആയി മാറുന്നു. ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നു, സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നു. ബൈനറി ഫിഷനിലോ ഒരു ഓർഗാനിസം പല സിസ്റ്റുകൾ ഫോം ചെയ്ത് അത് പുതിയ ഓർഗാനിസംസ് ആയി മാറുന്നു. അതാണ് പ്ലാസ്മോഡിയത്തിൽ നടക്കുന്ന മൾട്ടിപ്പിൾ ഫിഷൻ. പിന്നെയോ ഹൈഡ്രയിൽ നടക്കുന്നതാണ് എന്ത്? ബഡ്ഡിങ്. ഈസ്റ്റിൽ നടക്കുന്നതാണ് എന്ത്? ബഡ്ഡിങ്. പുതിയൊരു ബഡ് ഫോമേറ്റ് ചെയ്യുന്നു, ആ ബഡ് എന്ത് ചെയ്യുന്നു? പുതിയ ഓർഗാനിസം ആയിട്ട് മാറുന്നു. പിന്നെയോ പ്ലനേറിയയിലേക്ക് വരുമ്പോഴോ അതിൽ ഓരോ ഫ്രാഗ്മെൻറ്റ് പുതിയ ഓർഗാനിസം ആയിട്ട് റീജനറേറ്റ് ചെയ്യുന്നു. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞതാണ് പ്ലനേറിയ. പിന്നെയുള്ളതാണ് ഫ്രാഗ്മെൻറ്റേഷൻ. സ്പൈറോഗൈറയിൽ ഓരോ ഫ്രാഗ്മെൻറ്റും പുതിയ ഓർഗാനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു, അതാണെന്ത്? സ്പൈറോഗൈറ. പിന്നെയാണ് സ്പോസ് അല്ലേ. സ്പോസ് കാണുന്നു. ഈ സ്പോസ് എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്ത്
പുതിയ സ്പൊറാഞ്ചിയം സ്പോസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സ്പോസ് എന്ത് ചെയ്യുന്നു? പുതിയ ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. പുതിയ ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. കണ്ടോ? ക്ലിയർ ആയോ? ക്ലിയർ. ബൈനറി ഫിഷന്റെ ഡെഫിനിഷൻ എന്താ? ഓർഗാനിസം ഡിവൈഡ്സ് ആൻഡ് ഫോം 2 ഇൻഡിവിജ്വൽസ്. ഇതാ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നമ്മുടെ ഇൻസ്റ്റാളറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ ബൈനറി ഫിഷൻ എന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് ആൻ ഓർഗാനിസം ദാറ്റ് ഡിവൈഡ്സ് ആൻഡ് ഫോം 2 ഓർഗാനിസം. ക്ലിയർ? മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിസം ഡിവൈഡ് ഇൻറ്റു മെനി ഡോട്ടർ സെൽസ് ടു ഡിവൈഡ് ആൻഡ് ഡെവലപ്പ് ഇൻറ്റു ന്യൂ ഓർഗാനിസം. അതാണെന്ത്? മൾട്ടിപ്പിൾ ഫിഷൻ. ബൈനറി ഫിഷന്റെ ഡെഫിനേഷൻ ഇതാ കൊടുത്തിട്ടുണ്ട്. ബഡിങ് ഡെഫിനിഷൻ, എല്ലാത്തിനും ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞതാണ്. സ്പോർ ഫോർമേഷൻ നമ്മൾ പറഞ്ഞു. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലേക്ക് വരുമ്പോൾ റൂട്ട്, സ്റ്റെമ്മ്, ലീവ്സ്. റൂട്ട് തന്നെ പുതിയ ഓർഗാനിസത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നു സ്വീറ്റ് പൊട്ടാറ്റോയിൽ. സ്റ്റെമ്മ് തന്നെ പുതിയ സ്റ്റെം ട്യൂബേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത് അതിൽ നിന്ന് പുതിയ പൊട്ടാറ്റോൻ്റെ പ്ലാന്റ് സാപ്ലിംഗ് ഉണ്ടാവുന്നു. അതാണ് സ്റ്റെമ്മ് വഴി. ലീവ്സ് എന്ന് പറഞ്ഞാൽ ബ്രയോഫില്ലം. കണ്ടോ? ചെറിയ ചെറിയ മൊട്ട് പോലത്തെ ലീഫ് ഉണ്ടാവുന്നു. ആ ലീഫ് എന്ത് ചെയ്യുന്നു? വീണ് കഴിയുമ്പോൾ പുതിയ പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. 2 ആണോ 1 സെല്ലാണോ? ഏത്? ബൈനറി ഫിഷനോ? ബൈനറി ഫിഷൻ ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുന്നു. യൂണിസെല്ലുലാർ ഓർഗാനിസം ഡിവൈഡ്സ് ടു ഫോം 2 or more ഇൻഡിവിജ്വൽ മോർ സെൽ. അതാണ് ബൈനറി ഫിഷൻ. അതിലെന്താ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ? പിന്നെ നമ്മൾ കട്ടിങ്, ലെയറിങ്, ഗ്രാഫ്റ്റിംഗ് എക്സാമ്പിൾസ് പഠിച്ചു. അഡ്വാൻറ്റേജസ് പറഞ്ഞു. ടിഷ്യൂ കൾച്ചർ നമ്മൾ പറഞ്ഞു. ഒരു സെൽ ടിഷ്യൂ എന്ത് ചെയ്യുന്നു? പുതിയ ഓർഗാനിസത്തിൽ അല്ലെങ്കിൽ ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു കാലസ് ഫോം ചെയ്യുന്നത് വഴി. അവിടെ എന്താണ്? കോമൺലി ഓർണമെൻ്റൽ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. എക്സാക്ട് കോപ്പീസ് ആണ് അവിടെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ന്യൂട്രിയൻ മീഡിയം അല്ലെങ്കിൽ കെമിക്കൽസ്, ഹോർമോൺസ് ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ക്ലിയർ? ഈ സ്ലൈഡ്സ് കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടണം. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ സ്ലൈഡ്സ് കിട്ടുന്നതാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് PDF ഡീറ്റെയിൽസും ക്വസ്റ്റ്യൻസും ഒക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇൻസ്റ്റാ ലേൺ അവൈലബിൾ ആയിരിക്കും. അസ്ത്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ കിട്ടും. ക്ലിയർ? ഇനി നമ്മൾ എവിടേക്ക് പോവാണ്? നമ്മുടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ അഡ്വാൻറ്റേജസ് അല്ലേ. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? പ്ലാന്റ്സ് ടേക്ക് ലെസ് ടൈം ടു ഗ്രോ. കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്ലാന്റ്സിന് വളരാൻ പറ്റുന്നു. രണ്ടാമത്തേത് ഹെൽപ്സ് ഇൻ പ്രൊപ്പഗേഷൻ ഓഫ് പ്ലാന്റ്സ് വിച്ച് ഡു നോട്ട് പ്രൊഡ്യൂസ് സീഡ് ലൈക്ക് റോസ്, ജാസ്മിൻ അല്ലേ. സീഡ്സ് ഇല്ലാത്ത പ്ലാന്റ്സിന് ഗ്രോ ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. ആൻഡ് ഹെൽപ്സ് പ്രിസർവ് പാരൻ്റൽ ക്യാരക്ടേഴ്സ്. പാരൻസിൻ്റെ അതേ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട്. ഡിസഡ്വാൻറ്റേജസ് ആണ് നോ ജനറ്റിക് വേരിയേഷൻ. ഡിസീസസ് അതേപോലെ കൊണ്ടുവന്നു. ന്യൂ ക്യാരക്ടേഴ്സ് ഒന്നും കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇനി നമ്മൾ എവിടേക്ക് കിടക്കാണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ തുടങ്ങാൻ പോവാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എല്ലാവരും ഒന്ന് ഉഷാറായിക്കേ. സെക്ഷൽ റീപ്രൊഡക്ഷൻ തുടങ്ങിയാൽ റെഡിയാണോ? റെഡി ആണെങ്കിൽ എല്ലാവരും യോ 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 ഇമോജി ഇട്ടോളാം. യോ യോ യോ. റെഡി? मैंने प्यार किया तो डरना क्या, मैंने प्यार किया तो डरना क्या अब मेरे दिल. യെസ്, റെഡിയല്ലേ? ഇപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞതിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് ന്യൂ ഓർഗാനിസം ഫ്രം 2 പാരൻസ്. 2 വ്യത്യസ്ത പാരൻസുകൾ ജോയിൻ ചെയ്ത് പുതിയൊരു ഓർഗാനിസത്തെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അതർ ക്ലാസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം. വേറെ ക്ലാസ്സിൽ പോകണമെങ്കിൽ വേറെ ക്ലാസ്സിൽ പോയിക്കൊള്ളുക. ഓക്കെ? ടൈം അവർ നോക്കില്ല എന്ന് തോന്നുന്നു. അതായിരിക്കും പ്രശ്നം പറ്റിയത്. ഓക്കെ. സോ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പുതിയ ഓർഗാനിസത്തെ എന്ത് ചെയ്യാണ്? പ്രൊഡ്യൂസ് ചെയ്യുകയാണ് അല്ലേ. സോ ഹ്യൂമൻ, ഫിഷ്, ഡോഗ്സ്, കാറ്റ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇവരൊക്കെ എന്താണ്? സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യാണ്. സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യാണ് അല്ലേ. സോ ദാറ്റ്സ് ദ 2 മേജർ പ്രോസസ്. The 2 major processes, അതായത് formation of gametes and fusion of gametes constitute sexual reproduction.
ഇവിടെ എന്താ സംഭവിക്കുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പം മെയിൽ ആൻഡ് ഫീമെയിൽ പാരൻ്റ് ഉണ്ട്. മെയിൽ ആൻഡ് ഫീമെയിൽ പാരൻ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് തമ്മിൽ ഫ്യൂഷൻ ചെയ്യുന്നു. ഫ്യൂഷൻ നടന്ന് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് വഴി അവിടെ എന്ത് സംഭവിക്കുന്നു? പുതിയ സൈഗോട്ട് ഉണ്ടാവുന്നു. അതുവഴി പുതിയൊരു ഓർഗാനിസം ഡെവലപ്പ് ആവുന്നു. ഇതാണെന്ത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ. സോ പ്രൊഡ്യൂസിങ് മെയിൽ ഗമേറ്റ്, സ്പേം ആൻഡ് ഫീമെയിൽ പ്രൊഡ്യൂസിങ് ഫീമെയിൽ ഗമേറ്റ്, ഓവ ആർ ഇൻവോൾവ്. മെയിലും ഫീമെയിലും ഓർഗൻസ് ഉണ്ട്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള ഓർഗാനിസംസ് ഉണ്ട്. അതിനനുസരിച്ച് ഗമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി ഫ്യൂഷൻ നടക്കുന്നത് വഴിയാണ് പുതിയ ഓർഗാനിസം ഉണ്ടാവുന്നത്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇറ്റ് പ്രൊമോട്ട് വേരിയേഷൻ ആൻഡ് ദസ് പ്രൊമോട്ട് ഡൈവേഴ്സിറ്റി ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലേ? പ്രൊമോട്ട് വേരിയേഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നു, പലതരത്തിലുള്ള മാറ്റങ്ങൾ വേരിയേഷൻസ് ഉണ്ടാക്കുന്നു. ആൻഡ് ഇറ്റ് പ്രൊമോട്ട് ഡൈവേഴ്സിറ്റി കൊണ്ടുവരുന്നു. ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ചെടികളിൽ പുതിയ മാറ്റങ്ങൾ, ചെടിയായിക്കോട്ടെ ഏത് ഓർഗാനിസം ആയിക്കോട്ടെ, പുതിയ ഒരു ജീൻ അല്ലെങ്കിൽ പുതിയൊരു വേരിയേഷൻസ് അവർ കൊണ്ടുവരുന്നു, ഡൈവേഴ്സിറ്റി കൊണ്ടുവരുന്നു. ഇറ്റ് പ്ലേസ് പ്രോമിനൻറ്റ് റോൾ ഇൻ ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ്, അല്ലേ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് ആണെന്ത്? ഏറ്റവും പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ് എന്ത്? ഒറിജിൻ ഓഫ് സ്പീഷീസ്. നോട്ട് ചെയ്ത് വെക്കണേ, ഒറിജിൻ ഓഫ് സ്പീഷീസ്. പുതിയൊരു സ്പീഷീസ് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണവും സെക്ഷൽ റീപ്രൊഡക്ഷൻ തന്നെയാണ്. എവല്യൂഷൻ നടന്ന് ഈ റീപ്രൊഡക്ഷൻ ഇതിനെ കണ്ടിന്യൂ ചെയ്യുന്നു, എവല്യൂഷൻ നടക്കുന്നു, കാലങ്ങൾ കഴിയുമ്പോൾ അത് പുതിയ സ്പീഷീസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പം ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാലെടുത്ത് വെക്കാൻ പോകുന്നത് എങ്ങോട്ടേക്കാ? നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്കാണ്. ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് സ്ട്രക്ചർ ഓഫ് എ ഫ്ലവർ ആണ്, അല്ലേ? സ്ട്രക്ചർ ഓഫ് എ ഫ്ലവർ ആണ്. അപ്പം മിസ് ഇവിടെ ഇതാ ഒരു ചെമ്പരത്തിനൊക്കെ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, അത് വേണ്ട. ഓക്കെ, ഇത് ചെമ്പരത്തിയാണെന്ന് അങ്ങ് വിചാരിക്കാം. എന്നിട്ടോ ഇതിൻ്റെ താഴേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിൻ്റെ സ്റ്റെം പോർഷൻ വരയ്ക്കുകയാണ്. ഓക്കെ, കാണുന്നുണ്ടോ? യെസ്. അപ്പം നമ്മുടെ ചെമ്പരത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ അങ്ങ് മുറിച്ചെടുക്കുകയാണ്. ഓക്കെ, ക്രോസ് സെക്ഷൻ LS എടുക്കുകയാണ്. LS എടുക്കുന്ന സമയത്ത് ഈ ചെമ്പരത്തിനെ നമുക്ക് എങ്ങനെ വരയ്ക്കാം? നിങ്ങളൊന്ന് പറഞ്ഞേ. ഈ LS ഫോമിലേക്ക് നമ്മൾ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. വെയിറ്റ്, യെസ്, കണ്ടോ? ഇതാണ് നമ്മുടെ ഈ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് നമ്മൾ വരുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താ? ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഫ്ലവറിൻ്റെ സ്ട്രക്ചറാണ്. ഈ ക്രോസ് സെക്ഷണൽ വ്യൂ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പെറ്റല്, ഇതിൻ്റെ ലീഫ്, ഇതിൻ്റെ സെപ്പല് കാണാം. എന്നിട്ടാണ് ഇത് ജോയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് എന്ത് കാണാം? ഇതിൻ്റെ സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിൻ്റെ സ്റ്റേമൻ. കണ്ടോ? യെസ്. അപ്പോൾ ഇതിൽ ഈ ബ്ലാക്ക് പോർഷനിൽ നമ്മൾ കാണുന്നതാണ് മെയിൽ പാർട്ടായിട്ടുള്ള നമ്മുടെ ആൻട്രീഷ്യം. നമ്മുടെ ഫ്ലവറിൻ്റെ മെയിൽ പാർട്ടായിട്ടുള്ള ആൻട്രീഷ്യം എന്ന് പറയുന്നത്. അതിൽ ഈ റെഡ് പാർട്ട് മിസ് വരച്ചത് കണ്ടോ? ഇത്രയും ഭാഗം അതാണ് നമ്മുടെ ഗൈനീഷ്യം, ഫീമെയിൽ പാർട്ട്. കണ്ടോ? ഒരു ചെമ്പരത്തിയുടെ ഫീമെയിൽ പാർട്ടാണെന്ത്? ഗൈനീഷ്യം എന്ന് പറയുന്നത്. മെയിൽ പാർട്ടാണ് നമ്മുടെ ആൻട്രീഷ്യം എന്ന് പറയുന്നത്. ക്ലിയർ? അതാണ് ആൻട്രീഷ്യവും ഗൈനീഷ്യവും. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. ഈ സ്റ്റേമൻ അല്ലെങ്കിൽ ആൻട്രീഷ്യത്തിൻ്റെ സിംഗിൾ യൂണിറ്റിനെ നമ്മൾ സ്റ്റേമൻ എന്നും ഗൈനീഷ്യത്തിൻ്റെ സിംഗിൾ യൂണിറ്റിനെ
നമ്മൾ പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്നുമാണ് പറയുന്നത്. പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്നുമാണ് പറയുന്നത്. ഈ സ്റ്റേമൻ ഇതുപോലെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇതാണ് ഇതിൻ്റെ ആന്തർ, ഇതാണ് ഇതിൻ്റെ ഫിലമെൻറ്റ്. കാണുന്നുണ്ടോ? ആ ഒരു സ്റ്റിഗ്മെൻറ്റ് നമ്മൾ ആൻഡ്രീഷ്യത്തിൻ്റെ സ്റ്റേമനെയാണ് വരച്ചത്. ആ സ്റ്റേമൻ്റെ ഹെഡ് പോർഷനെ നമ്മൾ പറയുന്നതാണെന്ത്? ആന്തർ എന്നും അതിൻ്റെ ലോങ് പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിലമെൻറ്റ് എന്നും പറയുന്നത്. ക്ലിയർ ആയോ? യെസ്, അതാണ് ആന്തറും ഫിലമെൻറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിൻ്റെ ഫീമെയിൽ പാർട്ട് ഗൈനീഷ്യത്തെ വരയ്ക്കുകയാണ്. ഫീമെയിൽ പാർട്ട് കാർപ്പലിനെ നമ്മൾ വരയ്ക്കുമ്പം ഇതാണ് അതിൻ്റെ സ്റ്റിഗ്മ, ഇതാണ് അതിൻ്റെ സ്റ്റൈൽ, ഇതാണ് അതിൻ്റെ ഓവറി. കണ്ടോ? അപ്പം മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ട് വരയ്ക്കുന്ന സമയത്ത് സ്റ്റേമൻ്റെ ഹെഡ് പോർഷനിൽ കാണുന്നതാണ് ആന്തർ, ആ ലോങ് സ്റ്റോക്കിനെയാണ് ഫിലമെൻ്റ് എന്ന് പറയുന്നത്. ഫീമെയിൽ പോർഷൻ പറയുമ്പോഴോ ഇവിടെയാണ് സ്റ്റിഗ്മ, സ്റ്റൈൽ, താഴെ ഓവറി, അതിൻ്റെ ഉള്ളിലാണ് ഒവ്യൂൾ ഉള്ളത്. അതിൻ്റെ ഉള്ളിലാണ് ഒവ്യൂൾ ഉള്ളത്. ക്ലിയർ ആയോ മക്കളെ? ഒവ്യൂൾ ഉള്ളത്. ഇനി ഈ റെഡ് കളറിൽ മിസ് വരച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ഇതാണ് നമ്മുടെ പെറ്റൽ എന്ന് പറയുന്ന ഇതളുകൾ. അതിനെ മൊത്തത്തിൽ നമ്മൾ കൊറോള എന്ന് പറയും. കൊറോളേൻ്റെ സിംഗിൾ യൂണിറ്റാണ് ഇത് പെറ്റൽ അല്ലെങ്കിൽ ഇതളുകൾ. ഇനി ഈ ഗ്രീൻ പോർഷനിൽ നമ്മൾ കാണുന്നതാണെന്ത്? നമ്മുടെ സെപ്പൽ എന്ന് പറയുന്നത്. അതാണ് കാലിക്സ്. കാലിക്സിൻ്റെ സിംഗിൾ, അതായത് ചെമ്പരത്തിൻ്റെ ഒക്കെ ഏറ്റവും അടിയിലായിട്ടൊരു പച്ച കളർ നിങ്ങൾ കാണില്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാലിക്സ്. കാലിക്സിൻ്റെ സിംഗിൾ യൂണിറ്റ് ആണെന്ത്? സെപ്പൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഒരു ഫിഗറിലേക്ക് നിങ്ങൾ നോക്കിക്കേ. ഇതാ ഒരു ഫ്ലവർ നിങ്ങൾക്ക് കണ്ടാൽ ഈ താഴെ ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗത്തിന് നമ്മൾ പെഡങ്കൾ എന്ന് പറയുന്നു. ഈ ഒരു ഭാഗം മുഴച്ചു നിൽക്കുന്ന ഭാഗത്തിന് റിസപ്റ്റേക്കിൾ എന്ന് പറയുന്നു. അതിൽ ഈ ഒരു ഇല പോലെ കാണുന്ന ഭാഗമാണെന്ത്? നമ്മുടെ സെപ്പൽ എന്ന് പറയുന്നത്. കളർഫുള്ളായിട്ട് കാണുന്ന ഇതളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെറ്റൽ എന്ന് പറയുന്നത്. അതിലെ മെയിൽ പാർട്ടാണ് ഇത് കാണുന്നത്. അതായത് അതിൻ്റെ ഹെഡ് പോർഷൻ ആന്തർ, താഴെ ഫിലമെൻ്റ്, ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ഇത് സ്റ്റേമൻ. ഫീമെയിൽ പോർഷനിലേക്ക് വരുമ്പോൾ മേലെ നിങ്ങൾ കാണുന്ന സ്റ്റിഗ്മ, ലോങ് പോർഷൻ സ്റ്റൈൽ, ആൻഡ് താഴെ നിങ്ങൾ കാണുന്നതാണ് ഓവറി. ഇത് മൂന്നിനെയും കൂടെ ചേർത്ത് നമ്മൾ പറയുന്നതാണിത് പെസ്റ്റിൽ. പെസ്റ്റിൽ. ക്ലിയർ? ഈ ഫിഗർ പഠിക്കണേ, ഈ ഫിഗർ പഠിക്കണം കേട്ടോ. കാരണം ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ പഠിച്ചാൽ മതി. ഈ ഫിഗർ എന്നില്ല, ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഫ്ലവർ വരയ്ക്കാൻ ചോദിക്കും, ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിക്കും, ലേബൽ ചെയ്യാൻ ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഫിഗർ വരയ്ക്കണമെന്നില്ല, ഇതൊരു വേറെ ഒരു ഓൾട്ടർനേറ്റീവ് എക്സാമ്പിൾ തന്നേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്കിലെ ഫ്ലവറിലെ ഫിഗർ നിങ്ങൾ പഠിക്കാം. സോ ദ സ്റ്റേമൻ ആൻഡ് പിസ്റ്റിൽ ആർ ദ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഓഫ് ഫ്ലവർ അല്ലേ? ഫ്ലവറിൽ നമ്മൾ പറഞ്ഞു മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ടാണ് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട്. അതുകൊണ്ട് അതാണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സ്റ്റേമൻ ഈസ് ദ മെയിൽ പാർട്ട് ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസ് പോളൻ ഗ്രെയിൻസ്. പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റേമനാണ്. ആൻഡ് ആന്തർ വിച്ച് കണ്ടെയ്ൻ മെയിൽ ജോം സെൽ. ആന്തറിലാണ് മെയിൽ ഗമേറ്റ് ഉള്ളത്. പിസ്റ്റൽ ഈസ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, പ്രൊഡ്യൂസ് ഒവ്യൂൾ ഇൻ ദ ഓവറി. ഈ ഒവ്യൂളിൻ്റെ ഉള്ളിൽ ഇതാണ് നമ്മുടെ ഓവറി. അതിൻ്റെ ഉള്ളിൽ ഒവ്യൂൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. കണ്ടെയ്ൻ ഫീമെയിൽ ജോം സെൽസ്. അവിടെയാണ് ഫീമെയിൽ ഗമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? യെസ്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ഫ്ലവർ സ്റ്റേമൻസ് ആർ കളക്റ്റീവ്ലി നോൺ ആസ്. ഒന്ന് വേഗം ആൻസർ ചെയ്തേ. നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, അതായത് സ്റ്റേമൻസിനെ മൊത്തത്തിൽ നമ്മൾ പറയുന്നത് എന്താണ്? ആൻഡ്രീഷ്യമാണോ, ഫിലമെൻ്റ് ആണോ, ആന്തറാണോ, ഗൈനീഷ്യമാണോ, ഏതാണെന്നൊന്ന് വേഗം ആൻസർ ചെയ്തേ. വേഗം ആൻസർ ചെയ്തേ. പറയൂ കുഞ്ഞാറ്റമുത്തു. ഇതിൽ പൈസം സെറ്റീവത്തെ പറ്റി പഠിക്കേണ്ട കാര്യം എന്താണ്? എന്തുകൊണ്ട് ഇവിടെ പൈസം സെറ്റീവത്തെ പറ്റി ചോദിച്ചത്? പയറ് കിട്ടിയിട്ട് എന്ത് കാണിക്കാനാ? അത് ബൈസെക്ഷൽ ആണോ എന്ന് നെക്സ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കും. ഹെറിഡിറ്റി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ക്ലിയർ ആകും കേട്ടോ. ഹെറിഡിറ്റിയിൽ നിങ്ങൾ പഠിക്കും. ഓക്കെ, പറഞ്ഞോ. റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ഫ്ലവർ. അല്ലെങ്കിൽ നീ വീട്ടിൽ പോയിട്ട് പയറ് ചെടിയിൽ മെയിലും ഫീമെയിലും ഉണ്ടോ എന്ന് തപ്പിയാൽ മതി, അപ്പോൾ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. മെയിലും ഫീമെയിലും ഉണ്ടെങ്കിൽ ബൈസെക്ഷൽ ആണ്, ഇല്ലെങ്കിൽ യൂണിസെക്ഷൽ ആണ്. അപ്പോൾ ഏതാ ആൻസർ വരിക?
ആൻഡ്രീഷ്യമാണ് അല്ലേ. അപ്പോൾ ആൻഡ്രീഷ്യത്തിനെ അല്ലേ ഈ പറയുന്ന സ്റ്റേമൻസിൻ്റെ കളക്റ്റീവ് ഫോമിനെ നമ്മൾ പറയുന്നതാണെന്ത് ആൻഡ്രീഷ്യം. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ആൻഡ്രീഷ്യമാണ്. ഇനി പോളിനേഷൻ, അതായത് ഈ പറയുന്ന ഫ്ലവർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, മെയിൽ പാർട്ട് ഫീമെയിൽ പാർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ മെയിൽ പാർട്ടിലെ പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യണം, ഫീമെയിൽസിൻ്റെ അടുത്ത് എത്തണം വേണ്ടേ. സോ ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ദി ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ഫ്ലവർ ഈസ് കോൾഡ് പോളിനേഷൻ. ഇതാണ് നമ്മുടെ ഫ്ലവർ. ഈ ഫ്ലവറിൽ എന്തുണ്ട്, ഈ പറയുന്ന ആന്തർ ഉണ്ട്. ഈ ആന്തർ എന്ത് ചെയ്യണം, നമ്മുടെ അടുത്ത ഫ്ലവർ ആയിട്ടുള്ള സ്റ്റിഗ്മയിൽ വന്ന് വീഴണം വേണ്ടേ. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ, ഈ ആന്തർ സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, പോളിനേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ടേക്സ് പ്ലേസ് ബൈ വിൻഡ് അനിമോഫിലി, വാട്ടർ ഹൈഡ്രോഫിലി, ഇൻസെക്ട് എൻഡമോഫിലി, ആനിമൽ സൂഫിലി, ബേർഡ്സ് ഓർണിത്തോഫിലി. ഓക്കെ, അപ്പം വിൻഡ് വഴിയാണ് പോളിനേഷൻ നടക്കുന്നതെങ്കിൽ അതാണെന്ത് അനിമോഫിലി. ഇനി ഇൻസെക്ട്സ് വഴിയാണ് നടക്കുന്നത് എങ്കിൽ അതാണെന്ത് എൻഡമോഫിലി. ഇനി വാട്ടർ വഴിയാണ് പോളിനേഷൻ നടക്കുന്നത് എങ്കിൽ ഹൈഡ്രോഫിലി. ആനിമൽസ് വഴിയാണ് നടക്കുന്നത് എങ്കിൽ നമുക്ക് പറയാം സൂഫിലി. ബേർഡ്സ് വഴിയാണെങ്കിൽ നമുക്ക് പറയാം ഓർണിത്തോഫിലി. ഇനി ബാറ്റ് വഴിയാണെങ്കിൽ നമുക്ക് പറയാം കൈറോപ്റ്റെറോഫിലി. അപ്പം ഇതുപോലെ എല്ലാത്തിൻ്റെയും എന്ത് ചെയ്യണം, പോളിനേഷൻ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ചിലപ്പം ചോദിക്കാം, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദി സ്റ്റേമൻ അല്ലെങ്കിൽ ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ഫീമെയിൽ ഫ്ലവർ. ഫീമെയിലിൻ്റെ സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് എത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പോളിനേഷൻ അല്ലെങ്കിൽ പരാഗണം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അനിമോഫിലി ഒന്നും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയില്ല, പക്ഷേ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഇനി 2 ടൈപ്പ് പോളിനേഷൻ നമുക്ക് പറയാം, സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും. സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ. നമ്മളൊരു ഫ്ലവർ എടുത്തു, ആ ഫ്ലവർ ഇത് കണ്ടില്ലേ, ഇതിൽ തന്നെ സ്റ്റിഗ്മയുണ്ടെന്ന് വിചാരിക്കുക. ഈ ആദ്യത്തെ ഫ്ലവറിൽ തന്നെ സ്റ്റിഗ്മയുണ്ടെങ്കിൽ ഈ ആന്തറിന് അതേ ഫ്ലവറിലുള്ള സ്റ്റിഗ്മയിലേക്ക് പൊക്കൂടെ, അതിനെയാണ് നമ്മൾ സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരേ ഫ്ലവറിലുള്ള ആന്തർ അല്ലെങ്കിൽ പോളൻ ഗ്രെയിന് അതേ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ തന്നെ പോവുകയാണ്, കാരണം അത് ബൈസെക്ഷൽ ഫ്ലവറാണ്. അങ്ങനെ അത് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ പറയാം എന്ത്, സെൽഫ് പോളിനേഷൻ എന്ന് പറയാം. അതിൽ വരുന്നതാണ് ഓട്ടോഗമി. സെൽഫ് പോളിനേഷൻ്റെ തന്നെ ഒരു ടൈപ്പാണെന്ത്, ഓട്ടോഗമി എന്ന് പറയുന്നത്. ഇഫ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ഓഫ് ഫ്ലവർ ടു സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ ആണ് ഓട്ടോഗമി. അപ്പം മിസ് ഇപ്പോൾ വരച്ച പോലെ ഒരേ ഫ്ലവറിലെ തന്നെ ആന്തർ അതേ ഫ്ലവറിൻ്റെ തന്നെ സ്റ്റിഗ്മയിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ഓട്ടോഗമി എന്ന് പറയാം. എന്താണ്, ഓട്ടോഗമി എന്ന് പറയാം. ഇനി ജിയാട്രോഗമി ഉണ്ട്, വെൻ ദ പോളൻ ഫ്രം വൺ ഫ്ലവർ ട്രാൻസ്ഫർ ടു സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ബോൺ ഓൺ സെയിം പ്ലാന്റ്. അതായത് ഇതിപ്പോൾ സെയിം പ്ലാന്റ് ആണ്, പക്ഷേ ഈ ഫ്ലവറിലെ ആന്തർ ഈ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലാ വീണെങ്കിലോ അതിനെയാണ് ജിയഡ്നോഗമി എന്ന് പറയുന്നത്. ഇനി സെൽഫ് പോളിനേഷൻ അഡ്വാൻറ്റേജസ് ഉണ്ട്, കാരണം എന്താ, ഇറ്റ് എൻഷുർ കണ്ടിന്യൂറ്റി ഓഫ് എ റേസ്, ഹെൽപ്സ് പ്രിസർവ് പാരന്റൽ ക്യാരക്ടേഴ്സ്, സെയിം ഫ്ലവർ ഇസ് ഇൻവോൾവ്, നോ നെസസറി ഫോർ ഫ്ലവർ ടു പ്രൊഡ്യൂസ് നെക്ടർ ഓർ സെൻറ്റ്. അതായത് സെൽഫ് പോളിനേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ആ പാരൻറ്റിൻ്റെ അതേ ഫീച്ചേഴ്സ് എന്ത് ചെയ്യാം, അവർക്ക് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം, വേറൊരു വേരിയേഷൻസ് ഒന്നും ഉണ്ടാവില്ല. അതുമാത്രമല്ല എന്താണ്, പോളിനേഷൻ്റെ ഏജൻസോ കാര്യങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വെറൈറ്റീസ് ഉണ്ടാവില്ല, പുതിയ വേരിയേഷൻസ് ഉണ്ടാവില്ല, ജനറ്റിക് ഡിഫറൻസ് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം, ഡിസീസസ് അതേപോലെ ബാധിക്കാം. റിപ്പീറ്റഡ് സെൽഫ് പോളിനേഷൻ ലീഡ്സ് ടു ലോസ് ഓഫ് വിഗർ ആൻഡ് വൈറ്റാലിറ്റി. സ്പീഷ്യസിൻ്റെ വൈറ്റാലിറ്റി, അവരുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സൊക്കെ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്ത് വരാനുള്ള ചാൻസും സെൽഫ് പോളിനേഷൻ ഉണ്ട്. ക്ലിയർ ആയോ? ഇനി രണ്ടാമത്തേലേക്ക് നമ്മൾ പോവുകയാണ്, ക്രോസ് പോളിനേഷൻ.
ക്രോസ് പോളിനേഷനിലേക്ക് പോകുമ്പോഴോ ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു വൺ ഫ്ലവർ ടു ദ സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ബോൺ ഓൺ അതർ പ്ലാന്റ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ ഒരു ഫ്ലവർ, ഇത് വേറെ ഏതോ ചെടി ഫ്ലവർ. അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ തന്നെ ആന്തർ എന്ത് ചെയ്യുന്നു, വേറെ ഫ്ലവറിൻ്റെ ആന്തറിലേക്ക്, വേറെ ചെടിയിലെ ഫ്ലവറിലേക്ക് ആന്തറിലേക്ക് പോകുന്നു. അപ്പോൾ എന്തായി, അവിടെ ക്രോസ് പോളിനേഷൻ നടന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രോസ് പോളിനേഷൻ. അപ്പോൾ ക്രോസ് പോളിനേഷൻ നടക്കുമ്പോൾ എന്തായി, ഹെൽത്തിയർ ഓസ്പ്രിങ് ഉണ്ടാകുന്നു, പുതിയ വേരിയേഷൻസ് ഉണ്ടാകുന്നു, ജെർമിനേഷൻ കപ്പാസിറ്റി കൂടുന്നു, മോർ അബൻഡൻറ്റ് ആൻഡ് വയബിൾ സീഡ്സ് ഉണ്ടാവുന്നു, വേരിയേഷൻസ് ആർ ഇൻട്രൊഡ്യൂസ് അല്ലേ, പുതിയ വേരിയേഷൻസ് ഉണ്ടാവുന്നു. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നതോ അവിടെ എക്സ്റ്റേണൽ ഏജൻസീസ് വേണം അല്ലേ, ഏജൻസ് വേണം, ഇൻസെക്റ്റോ വാട്ടറോ എയറോ ഏജൻറ്റുകൾ വേണം. പോളൻ ഗ്രെയിൻസ് ഹാവ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി. കാരണം കുറേ എണ്ണം ഉണ്ടെങ്കിലേ സക്സസ്ഫുള്ളായിട്ട് പോളിനേഷൻ നടന്ന് അത് കറക്റ്റായിട്ട് ഒരു പ്ലാന്റിലേക്ക് എത്തും. കാരണം പല പോളൻ ഗ്രെയിൻസ് വഴിയിൽ നഷ്ടപ്പെട്ടു പോകാം. അപ്പോൾ കുറേ പോളൻ ഗ്രെയിൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പോളിനേഷൻ അവിടെ സക്സസ്ഫുൾ ആവുകയുള്ളൂ. അതാണ് എന്ത്, ഈ ഒരു ക്രോസ് പോളിനേഷൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ? ഒരു മിനിറ്റ്. ഓക്കെ ആണോ? യെസ്, അതാണ് എന്ത്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ക്രോസ് പോളിനേഷൻ. ഇനി ഫെർട്ടിലൈസേഷനിലേക്ക് നമ്മൾ വരികയാണ്. അതായത് പ്ലാന്റ്സിൽ എങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ആഫ്റ്റർ ദ പോളൻ ഗ്രെയിൻ ഈസ് ട്രാൻസ്ഫർഡ് ടു സ്റ്റിഗ്മ, ഇറ്റ് പ്രൊഡ്യൂസ് എ pollen tube which passes through the style and enter the ovary and ovule. In the ovule, male germ cell fused with female germ cell to form zygote. This process is fertilization. നമ്മൾ പറഞ്ഞു, ഇതാണ് നമ്മുടെ ഓവറി സ്റ്റിഗ്മ സ്റ്റൈൽ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റൈലിലേക്ക് എന്ത് വന്നു, നമ്മുടെ പോളൻ ഗ്രെയിൻസ് വന്നു. അപ്പോൾ ഈ പോളൻ ഗ്രെയിൻസ് എത്തിക്കഴിഞ്ഞു, പോളനേഷൻ നടന്നു. പക്ഷെ എന്ത് ചെയ്യണം, ഈ പോളൻ ഗ്രെയിൻസിൻ്റെ ഉള്ളിലുള്ള മെയിൽ ഗാമേറ്റ് എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒവ്യൂളിൻ്റെ ഉള്ളിലുള്ള ഫീമെയിൽ ഗാമേറ്റുമായിട്ട് എന്ത് ചെയ്യണം, ഫ്യൂസ് ചെയ്യണം. അപ്പോൾ ഈ മെയിൽ ഗാമേറ്റ് പോളൻ ഗ്രെയിനിൽ നിന്നൊരു പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യും. ആ പോളൻ ട്യൂബ് ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്ത് സ്റ്റൈലിൽ കൂടെ വന്ന് നമ്മുടെ ഈ ഓവറി എംബ്രയോൻ്റെ ഉള്ളിലോട്ട് കയറും. അങ്ങനെ മെയിൽ ഗാമേറ്റ് ഇവിടെ എത്തും. അപ്പോൾ ഈ ഓവറിൻ്റെ ഉള്ളിൽ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതായത് ഞാൻ ഇതിനെ ഒന്ന് വലുതാക്കി വരയ്ക്കുമ്പോൾ ഇതെന്താണ്, ആൻറ്റിപോഡൽസ് ആണ്. അതുപോലെ ഇത് സെൻട്രൽ ന്യൂക്ലിയസ് ആണ്. ഇവിടെ സിനർജിഡ്സ് ഉണ്ട്. ഇതാണ് നമ്മുടെ എഗ്ഗ്. അതിലാണ് ഫീമെയിൽ ഗാമേറ്റ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ രണ്ട് മെയിൽ ഗാമേറ്റ് ഉണ്ടല്ലോ, ഈ രണ്ട് മെയിൽ ഗാമേറ്റ് ഈ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കും. അങ്ങനെ അവിടെ എന്തുണ്ടാകുന്നു, ഈ എഗ്ഗും മെയിൽ ഗാമേറ്റും കൂടെ ഫ്യൂസ് ചെയ്തിട്ടോ അവിടെ സൈഗോട്ട് ഉണ്ടാകും. ഇതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. Fertilization is the fusion of male and female gamete. Male and female gameteന്റെ ഫ്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത് കണ്ടോ, മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും ഫ്യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഇനി എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, ഞാൻ പറഞ്ഞു, ഇതാണ് നമ്മുടെ എംബ്രിയോ സാക്ക്. അതിൻ്റെ ഉള്ളിൽ ആൻറ്റിപോഡൽസ് ഉണ്ട്, സിനർജിഡ്സും എഗ്ഗും ഉണ്ട്. ഇവിടെ എന്താണ്, സെൻട്രൽ ന്യൂക്ലിയം ഉണ്ട്. അപ്പം നമ്മുടെ ഈ മെയിൽ ഗാമീറ്റിൽ ഒന്ന് ഇങ്ങോട്ടും പോകും, ഒന്ന് ഇങ്ങോട്ടും പോകും. ഓക്കെ, അങ്ങനെ ഈ മെയിൽ ഗാമീറ്റും ഈ എഗ്ഗും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാകും. അതിൻ്റെ കൂടെ തന്നെ ഈ സെൻട്രൽ ന്യൂക്ലിയം ഈ മെയിൽ ഗാമീറ്റും കൂടെ ചേർന്നിട്ട് ഒരു ട്രിപ്ലോയിഡ് ന്യൂക്ലിയ ഉണ്ടാകും. കണ്ടോ? അപ്പം ഇവിടെ ഒരു ഫെർട്ടിലൈസേഷൻ നടന്നു, ഇവിടെ ഒരു ഫെർട്ടിലൈസേഷൻ നടന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ പറയുന്നതാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. കാരണം ഒരു ചെടിയിൽ
ഒരു ചെടിയിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ അതിൽ 2 ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. ഒന്ന് ഒരു മെയിൽ ഗാമേറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവുന്നു. മറ്റേത് എന്ത് ചെയ്യുന്നു, അവിടുത്തെ സെൻട്രൽ ന്യൂക്ലിയ ആയിട്ട് ചേർന്നിട്ട് ട്രിപ്ലോയിഡ് ന്യൂക്ലിയ ആയിട്ട് മാറുന്നു. അതല്ലെങ്കിൽ പ്രൈമറി എൻഡോസ്പം ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. അങ്ങനെ 2 ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. പ്ലാന്റ്സിൽ എന്തുണ്ട്, ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് പറയാം 2 ഫ്യൂഷൻ നടക്കുന്നുണ്ട് എന്ന്. ക്ലിയർ ആയോ? സോ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ സൈഗോട്ട് ഡിവൈഡ് സെവറൽ ടൈം ആൻഡ് ഫോം എംബ്രിയോ വിച്ച് ദെൻ ഡെവലപ്പ് ഇൻ ടു സീഡ് ആൻഡ് ഓവറി ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട്. ഇതിൽ സൈഗോട്ട് ഉണ്ടായി അല്ലേ, മെയിലും ഫീമെയിലും ചേർന്ന് സൈഗോട്ട് ഉണ്ടായി. ആ സൈഗോട്ട് എന്തായിട്ട് മാറുന്നു, എംബ്രിയോ ആയിട്ട് മാറുന്നു. ഈ എംബ്രിയോയിൻ്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞു ഒവ്യൂളും ഓവറിയും ഉണ്ട് അല്ലേ. ഈ ഒവ്യൂൾ എന്തായിട്ട് മാറുന്നു, സീഡായിട്ട് മാറുന്നു. ഓവറി എന്തായിട്ട് മാറുന്നു, ഫ്രൂട്ടായിട്ട് മാറുന്നു. എംബ്രിയോയിൻ്റെ ഉള്ളിൽ സീഡായിട്ട് മാറുന്നു, അതിൽ ഓവറി എന്താവുന്നു, ഫ്രൂട്ടായിട്ട് മാറുന്നു. ക്ലിയർ? അല്ലല്ല, ഹ്യൂമൻസിന് ഇതുപോലെയല്ല. ഹ്യൂമൻസിന് നമ്മൾ പഠിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ക്ലിയർ? ഇത് പ്ലാന്റ്സിൻ്റെ കേസാണ്. കണ്ടോ, ഈ പോളൻ ഗ്രെയിൻസിലൂടെ പോളൻ ട്യൂബ് ഇങ്ങനെ ജെർമിനേറ്റ് ചെയ്ത് വരുന്നു, എംബ്രിയോ സാക്കിനകത്ത് വരുന്നു, അവിടെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. ക്ലിയർ? സെൻട്രൽ സെല്ല് ഡിപ്ലോയിഡ് കണ്ടീഷനിൽ ഫോം ചെയ്യുന്നു. അങ്ങനെ ഇതാ 2 ഫെർട്ടിലൈസേഷൻ നടക്കും. 1 sperm fertilizes the central cell and 1 sperm fertilizes the egg cell. അങ്ങനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. 2 sperm ന്യൂക്ലിയസ് ആണ് പോളൻ ട്യൂബിലൂടെ വന്ന് ജോയിൻ ചെയ്യുന്നത്. കണ്ടോ, പോളൻ ട്യൂബ് ജെർമിനേഷൻ നടക്കുന്നു, പോളൻ ട്യൂബ് എലിമിനേറ്റ് ചെയ്തിട്ട് ഇവിടെ എത്തി അതിൻ്റെ ഉള്ളിലേക്ക് ജോയിൻ ചെയ്യുന്നു. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് എന്ത്, നമ്മുടെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ പ്ലാന്റ്സിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഫ്രൂട്ട്സ് ആർ ഫോംഡ് ഫ്രം. ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ, മിസ് പറഞ്ഞുതരാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. യെസ്, അപ്പോൾ നിങ്ങൾ ഇത് ആൻസർ പറഞ്ഞു തുടങ്ങിയത്. ഫ്രൂട്ട്സ് ആർ ഫോംഡ് ഫ്രം എവിടെ നിന്നാണ്? ഓവറിയിൽ നിന്നാണ്. ഫ്രൂട്ട്സ് എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? ഓവറിയിൽ നിന്നാണ് അല്ലേ. ഫ്രൂട്ട്സ് ആർ ഫോംഡ് ഫ്രം ഓവറി. യെസ്. സോ ജെർമിനേഷൻ, ഇനി നമുക്ക് ജെർമിനേഷനിലേക്ക് പോകാവേ. ഫ്രൂട്ട്സ് ഫോം ചെയ്യുന്ന ഓവറിൽ നിന്നാണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ പഠിച്ചു വെക്കണം. അതിൽ 2 ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. ഒരു മെയിൽ ഗാമേറ്റ് എന്ത് ചെയ്യുന്നു, എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ഞാൻ എഴുതി തരാം, നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും. 1 male gamete fuse with egg to form zygote. Next male gamete fuse with a central cell and form a triploid nucleus to form primary endosperm nucleus. ഇതിനെയാണ് നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം 1 മെയിൽ ഗാമേറ്റ് പ്ലസ് എഗ് സൈഗോട്ട് ആവുന്നു, 1 മെയിൽ ഗാമേറ്റ് പ്ലസ് സെൻട്രൽ സെല്ല് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ആവുന്നു. ഇതാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഈ 2 എണ്ണം പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഇനി ജെർമിനേഷനിലേക്ക് പോവാണ്. ഇനീഷ്യൽ സ്റ്റേജ് ഇൻ ദ ഗ്രോത്ത് ഓഫ് എ സീഡ് അല്ലേ. കാരണം എന്ത് സംഭവിക്കുന്നു, ഇവിടെ സീഡ് ജെർമിനേറ്റ് ചെയ്യാണ്. കാരണം ഫ്രൂട്ടായി സീഡ് ഡെവലപ്പ് ചെയ്തു അല്ലേ. ഒവ്യൂൾ എന്തായി, സീഡായിട്ട് മാറി. ഇറ്റ് ഡെവലപ്പ് ഇൻ ടു എ സീഡ്ലിംഗ് അണ്ടർ അപ്രോപ്രിയേറ്റ് കണ്ടീഷൻ. എന്തായി മാറുന്നു, അപ്രോപ്രിയേറ്റ് കണ്ടീഷനിൽ സീഡ്ലിംഗ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ കോട്ടിലിഡൻസിലാണ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ കോട്ടിലിഡൻസിലാണ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതിൻ്റെ മേലേക്കുള്ള ഭാഗമാണ് പ്ലുമ്യൂള്. അത് ഷൂട്ടായിട്ട് സ്റ്റെമ്മായിട്ട് ഡെവലപ്പ് ചെയ്യും. താഴേക്ക് റൂട്ടാണ്, അത് റാഡിക്കൽ. റാഡിക്കൽ എന്തായി, റൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഇതാണ് ഡൈക്കോട്ടിലിഡൻസിൽ നമ്മൾ കാണുന്നത്. ഒരു കടല നമ്മൾ എടുക്കുമ്പോൾ 2 കോട്ടിലിഡൻ കാണുന്നുണ്ട്. അതിനെ നമ്മൾ ഡൈക്കോട്ടിലിഡൻ എന്ന് പറയും. ഒരൊറ്റ കോട്ടിലിഡൻ ആണെങ്കിൽ നമ്മൾ മോണോ കോട്ടിലിഡൻ എന്നും പറയും.
ജേർമിനേഷൻ സെറ്റായോ? അപ്പം ഇനീഷ്യേഷനിൽ സീഡ് എന്തായി മാറുന്നു? സീഡ്ലിംഗ് ആയി മാറുന്നു. ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? പ്ലാന്റ് ആയിട്ട് മാറുന്നത്. കണ്ടോ? പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ ക്വസ്റ്റ്യൻ വരും. കണ്ടോ? ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ നിങ്ങൾ നോക്കിക്കോ. ഫിഗർ തന്നിട്ടുണ്ട്, ABC മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ്. എ എന്ന് പറയുന്നത് എന്താ? മിസ് പറഞ്ഞു, എ എന്ന് പറയുന്നത് പ്ലിമ്യൂളാണ്. സി എന്ന് പറയുന്നത് എന്താണ്? റാഡിക്കലാണ്. ബി എന്ന് പറയുന്നത് എന്താണ്? കോട്ടിലിഡൻ ആണ്. സോ പ്ലുമ്യൂൾ, കോട്ടിലിഡൻ, റാഡിക്കൽ അല്ലേ? ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക. ക്ലിയർ ആവുന്നുണ്ടോ? എല്ലാം സെറ്റ് അല്ലേ? Okay? Yes. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തിലേക്ക് പോയാലോ? കറക്റ്റ് ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ ആൻസർ ചെയ്തു. ഇനി നമ്മൾ ഹ്യൂമൻ ബീങ്സിൻ്റെ റീപ്രൊഡക്ഷനിലേക്ക് പോവാണ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു ഭാഗം നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഭാഗം ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണ്. സോ ഇറ്റ് ഈസ് ദ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവിങ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഹ്യൂമൻ ബീങ്സിൽ നമ്മൾ വരുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദി സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവിങ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലേ? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ മനുഷ്യർക്കും മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ വേണ്ടേ? അതുകൊണ്ട് ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് ഹ്യൂമൻ ബീങ്, the reproductive organs of human being, that is testis in male and ovary in female. പഠിച്ചു വെക്കണേ. മെയിൽസിൽ വരുന്ന ഓർഗൻ എന്ന് പറയുന്നത് ടെസ്റ്റിസ് ആണ്. ഫീമെയിൽസിലെ ഓർഗൻ എന്ന് പറയുന്നത് ഓവറിയാണ്. ടെസ്റ്റിസും ഓവറിയുമാണെന്ത്? നമ്മുടെ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. സോ ഇറ്റ് ബിക്കം ഫങ്ഷണൽ ഓൺലി ആഫ്റ്റർ അറ്റൈനിങ് സെക്ഷൽ മെച്യൂരിറ്റി. നമ്മൾ മെച്യൂർ ആയി കഴിഞ്ഞ് നമ്മളൊരു ടീനേജിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സെക്ഷൽ മെച്യൂരിറ്റി എത്തുന്നത്. ഇറ്റ് ഈസ് അറ്റൈൻഡ് അറ്റ് ദി ഏജ് ഓഫ് 13 to 14 years, while in female at the age of 10 to 12 years. മെയിൽസിൽ 13 to 14 ഇയേഴ്സിലേക്കും ഫീമെയിൽസിൽ 10 to 12 ഇയേഴ്സിലുമാണ് എന്ത്? മെച്യൂരിറ്റി എടുക്കുന്നത്. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ദി ഏജ് ഓഫ് പ്യൂബർട്ടി. പ്യൂബർട്ടിയാണ് ഏജ് ഓഫ് പ്യൂബർട്ടി. ഏജ് ഓഫ് പ്യൂബർട്ടി എന്ന് പറയുന്നത്. So, sexual maturity in humans. Various changes taking place in human body at the time of sexual maturity. അല്ലേ? നിങ്ങളിപ്പോൾ ആ ഒരു പ്രായത്തിലുള്ളവരാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ബോഡിയിൽ, നിങ്ങളുടെ മെൻ്റലി, ഫിസിക്കലി ഒക്കെ നിങ്ങൾക്ക് വരുന്നത്, ഇമോഷണലി ഒക്കെ വരുന്നത് എന്ന് അല്ലേ? അപ്പോൾ നോക്കിക്കേ, ചേഞ്ചസ് കോമൺ ഇൻ ബോത്ത് ആൻഡ് ബോയ്സ് ആൻഡ് ഗേൾസ്. ബോയ്സിലും ഗേൾസിലും എന്തൊക്കെ മാറ്റമാണ് നിങ്ങളുടെ സെക്ഷൽ മെച്യൂരിറ്റി ആകുമ്പോൾ ഉണ്ടാവുന്നത്? ഒന്ന്, തിക്ക് ഹെയർ ഗ്രോത്ത് ഇൻ ആംപിറ്റ്സ് ആൻഡ് ജെനിറ്റൽ ഏരിയ അല്ലെ? ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ജെനൈറ്റൽ ഏരിയയിലും അതുപോലെ തന്നെ ആംപിറ്റ്സിലും എന്തുണ്ടാവുന്നു? തിക്കായിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നു. ബിറ്റ്വീൻ ദ തൈ, ഓൾസോ കോൾഡ് പ്യൂബിക് റീജിയൻ. പ്യൂബിക് റീജിയനിലും എന്തുണ്ടാവുന്നു? ഈ ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നു. തിന്നർ ഹെയർ ഓൺ ലെഗ്സ്, ആംസ് ആൻഡ് ഫേസസ് അല്ലേ? ലെഗ്സിൽ, ആംസിൽ ഒക്കെ എന്ത് ചെയ്യുന്നു? ബോയ്സിന് കുറച്ചുകൂടെ കൂടുതൽ ഹെയർസ് ഉണ്ടാകും. ദെൻ ഓയിലി സ്കിൻ ആൻഡ് അപ്പിയറൻസ് ഓഫ് പിമ്പിൾസ്. ഈ പ്രായത്തിൽ ആ ബോയ്സിനും ഗേൾസിനും എന്തുണ്ടാകും? ഓയിലി സ്കിന്നായിരിക്കും. അതുപോലെ പിമ്പിൾസ് ഉണ്ടാവാൻ തുടങ്ങും. കാരണം ഹോർമോൺസ് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി ഗേൾസിൽ എന്തൊക്കെ വരുന്നു? ബ്രസ്റ്റ് സൈസ് ബിഗിൻ ടു ഇൻക്രീസ് അല്ലെ? അവരുടെ ബ്രസ്റ്റ് സൈസ് ഉണ്ടാകും. കാരണം എന്താണ്? മദർ ആവാൻ വേണ്ടിയിട്ടാണ് അവരുടെ ബോഡീനെ ഒരുക്കുന്നത്. അപ്പം മദർ ആകുമ്പം കുട്ടികൾക്ക് എന്ത് ചെയ്യണം? പാല് കൊടുക്കണം. അപ്പം മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അവരുടെ എന്ത് ചെയ്യും? മമ്മറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബ്രസ്റ്റ് സൈസ് ഡെവലപ്പ് ആകും. ഡാർക്കനിങ് ഓഫ് നിപ്പിൾ സ്കിൻ, നിപ്പിൾ ഭാഗത്തുള്ള സ്കിൻ എന്ത് ചെയ്യും? ഡാർക്കൻ ചെയ്യും. സ്റ്റാർട്ട് ഓഫ് മെൻസ്ട്രേഷൻ, അവർക്ക് പീരിയഡ്സ് തുടങ്ങും അല്ലേ? മെൻസ്ട്രൽ സൈക്കിൾ തുടങ്ങുന്നു. മെൻസ്ട്രൽ സൈക്കിൾ തുടങ്ങുന്നു. ബോയ്സിലോ തിക്ക് ഫേഷ്യൽ ഗ്രോത്ത്, താടി മീശയൊക്കെ വളരാൻ തുടങ്ങും. വോയിസ് ബിഗിൻ ടു ക്രാക്ക് അല്ലേ? തൊണ്ട ഇടറുന്ന സൗണ്ട് ആകും. കുറച്ചുകൂടെ ബാസി വോയിസ് ആകും. ആൻഡ് പീനസ് ഒക്കേഷണലി ബിഗിൻ ടു ഇറക്റ്റ്, അവരുടെ പീനസ് ഇറക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യും. എൻലാർജ് ഫോളോഡ് ബൈ നൈറ്റ് ഫ്ലോ, രാത്രിയിൽ ഈ വെള്ളപ്പോക്കെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവരുടെ സെമൻ പ്രൊഡക്ഷൻ തുടങ്ങുന്നത് വഴി സെമൻ റിലീസ് ചെയ്യാനൊക്കെ തുടങ്ങുന്നത് ബോയ്സിൽ വരുന്ന മാറ്റമാണ്. അത് മെച്യൂറേഷൻ്റെ ഭാഗമായിട്ടാണ്.
ഇനി എന്താണ് പ്യൂബർട്ടി? ഇത് 1 മാർക്കിന് ചോദിക്കും കേട്ടോ. 1 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നതാണ്, 2 മാർക്കിന് ചോദിക്കുന്നതാണ്. 1 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ വാട്ട് ഈസ് പ്യൂബർട്ടി? ഇറ്റ് ഈസ് ദ ഏജ് അറ്റ് വിച്ച് സെക്സ് ഹോർമോൺസ് ഓർ ഗമേറ്റ്സ് ബിഗിൻ ടു ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദ ബോയ് ആൻഡ് ഗേൾ ബിക്കം സെക്ഷുവലി മെച്യൂർ. ഈ ഡെഫിനിഷൻ തന്നെ പഠിച്ചു വെച്ചോളാ. ഏജ് ഓഫ് വിച്ച് സെക്സ് ഹോർമോൺസ് അല്ലേ, നമ്മുടെ സെക്സ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ ബോഡിയിൽ അല്ലേ, ബോയ് ആയിക്കോട്ടെ ഗേൾ ആയിക്കോട്ടെ, സെക്ഷുവലി മെച്യൂർ ആകുന്ന പ്രായമാണെന്ത്? പ്യൂബർട്ടി എന്ന് പറയുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ എന്താണ്? ക്യാൻസറിന് ട്രീറ്റ് ചെയ്യണം. ബ്രസ്റ്റിൽ എന്ത് ചെയ്യുന്നു? ചെറിയ ചെറിയ മൊഡ്യൂൾ ഉണ്ടാകുന്നു, അതുവഴി എന്ത് ചെയ്യും? ക്യാൻസർ ഔട്ട് ഗ്രോത്ത് ഉണ്ടാകുന്നു. അത് ഈ പ്രായത്തിൽ വരാൻ ചാൻസ് കുറവാണ്. അല്ലെങ്കിൽ ജെനറ്റൽ ബ്രസ്റ്റ് ക്യാൻസർ ഈ ഒരു ഏജിൽ എനിക്ക് തോന്നുന്നു കുറവാണ്, കുറച്ചുകൂടെ ആഫ്റ്റർ 20s തോന്നുന്നു. സോ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ നമുക്ക്. At puberty in boys, voice begin to crack and thick hair grows on face. Puberty, there is decreased secretion of testosterone in boys. ഏതാ മക്കളെ കറക്റ്റ്? ഒന്ന് പറഞ്ഞേ. അസേർഷനും ഉണ്ട്, റീസണും ഉണ്ട്. ഒന്ന് പറഞ്ഞേ. അസേർഷനും റീസണും തന്നിട്ടുണ്ട്. ഒന്ന് പറഞ്ഞേ. പ്യൂബർട്ടിയിൽ വോയിസ് ബിഗിൻസ് ടു ക്രാക്ക് ആൻഡ് തിക്ക് ഹെയർ ഗ്രോസ് എന്നാണ് പറഞ്ഞത്. റീസൺ പറഞ്ഞിരിക്കുന്നത് ഡിക്രീസ് സെക്രീഷൻ ഓഫ് ടെസ്റ്റോസ്റ്ററോൺ എന്നാണ്. സെക്രീഷൻ ടെസ്റ്റോസ്റ്ററോൺ ഡിക്രീസ് ചെയ്യാണോ? കൂടുതലല്ലേ ചെയ്യുന്നത്? യെസ്. അതുകൊണ്ട് അസേർഷൻ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. റീസൺ തെറ്റാണ്, ഫോൾസ് ആണ്. ടെസ്റ്റോസ്റ്ററോൺ കൂടുകയാണ് ചെയ്യുന്നത്. സോ അസേർഷൻ ഈസ് ട്രൂ, എ ഈസ് ട്രൂ ആൻഡ് ആർ ഈസ് ഫോൾസ്. സി ആണ് കറക്റ്റ് ഓപ്ഷൻ, ബി അല്ല. രണ്ടും ട്രൂ അല്ല കേട്ടോ. രണ്ടാമത്തെ തെറ്റാണ്, സി ആണ് ഓപ്ഷൻ. ഇനി നമ്മൾ റീപ്രൊഡക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് കിടക്കാൻ പോവാണ്. ഹ്യൂമൻ ബീങ്സിലെ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഏതാണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് കിടക്കാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പോർഷൻ, വൺ ദാറ്റ് പ്രൊഡ്യൂസ് ജേം സെൽ ആൻഡ് അതർ ദാറ്റ് ഡെലിവർ ദ ജേം സെൽ ടു സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ. ഹ്യൂമൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് ഓർഗൻ. ഇമ്പോർട്ടൻറ്റ് ഫിഗർ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഡയഗ്രാം തന്ന് ചോദിക്കും, ലേബൽ ചെയ്യാൻ ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ടെസ്റ്റിസ് ആണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, അതിൻ്റെ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ടെസ്റ്റിസ് ആണ്. ഈ ടെസ്റ്റിസിലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ടെസ്റ്റിസിലാണ് സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നത്. സ്പേം പ്രൊഡക്ഷൻ, മെയിൽ ഗാമേറ്റ്സ് ആയിട്ടുള്ള സ്പേം പ്രൊഡക്ഷൻ, മെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ടുള്ള സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നത് ടെസ്റ്റിസിലാണ്. ഈ ടെസ്റ്റിസ് എന്തുകൊണ്ടാണ് ബോഡിയിൽ പുറത്തോട്ടായിട്ട് നിൽക്കുന്നതിനുള്ള കാരണം ബോഡി ടെമ്പറേച്ചറിൽ സ്പേം പ്രൊഡക്ഷൻ നടക്കില്ല. ആ ടെമ്പറേച്ചറിനാൽ കുറഞ്ഞ ടെമ്പറേച്ചറിൽ സ്പേം പ്രൊഡക്ഷൻ നടക്കും. അതുകൊണ്ട് ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ടെസ്റ്റിസ് എന്ത് ചെയ്യുന്നു? സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് വാസ് ഡിഫറൻസ് വഴി എങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു? നമ്മുടെ ഈ ഒരു യൂറട്ട് പെനിസിലേക്ക് കൊണ്ടുവരുവാണ്. ആ സമയത്ത് സെമിനൽ വെസൈക്കിൾസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? സെമൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. കുറച്ചുകൂടെ ന്യൂട്രിറ്റീവ്, പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയ ന്യൂട്രിറ്റീവ് ആയിട്ടൊരു ടിഷ്യൂ, ഒരു ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫ്ലൂയിഡാണ് സെമൻ. ആ സെമനും അതിൻ്റെ കൂടെ നമ്മുടെ മെയിൽ ഗമേറ്റ് സ്പേമും കൂടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് പിനിസ് വഴി എന്ത് ചെയ്യുന്നത്? പുറത്തോട്ട് ഇജാക്ട് ചെയ്യുന്നത്. പിനിസ് ഇറക്ഷൻ നടക്കുമ്പോഴേ എന്ത് ചെയ്യുന്നുള്ളൂ? സെമൻ പുറത്തേക്ക് ഇജാക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇജാക്കുലേറ്റ് ചെയ്യുന്നു, അതായത് നമ്മൾ സെക്ഷുവലി എറൗസ് ആവുന്ന സമയത്ത് മെയിൽസിനെ സെക്ഷുവലി കുറച്ചുകൂടെ എന്ത് ചെയ്യുന്നു? എൻഹാൻസ് ചെയ്യുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്താണ് പെനിസ് ഇറക്ഷൻ നടക്കുന്നത്. ആ പെനിസ് ഇറക്ഷൻ നടക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? സെമനും ഈ പറയുന്ന മെയിൽ ഗാമേറ്റും കൂടെ ഇജാക്കുലേറ്റ് ആവുന്നത്. ക്ലിയർ ആയോ? ഇജാക്കുലേറ്റ് ആവുന്നത്. അപ്പം ഓർത്തു വെക്കുക, ടെസ്റ്റിസ് അവിടുന്ന് പോകുന്ന ട്യൂബാണ് വാസ് ഡിഫറൻസ്. ഇതാണ് സെമിനൽ വെസിക്കിൾസ്. ഇവിടുന്ന് വരുന്ന യൂറിനും സെമിനൽ വെസിക്കിൾസും എല്ലാം കോമൺ പാത്വേ ആണ്. പെനിസ് വഴിയാണ് യൂറിനും പാസ് ചെയ്യുന്നത്, സെമനും പാസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? അതാണ് ഈ ഒരു ഭാഗം. അപ്പോൾ ടെസ്റ്റിസ് നോക്കാം. 1 പെയർ ലൈസ് ഇൻ സ്മോൾ സാക്ക് സ്ട്രക്ചർ ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി കോൾഡ് സ്ക്രോട്ടം. സ്ക്രോട്ടത്തിനുള്ളിലാണ് ടെസ്റ്റിസ് കാണുന്നത്. പ്രൊഡ്യൂസ് സ്പേം ആൻഡ് മെയിൽ സെക്സ് ഹോർമോൺ ടെസ്റ്റോസ്റ്റെറോൺ. സ്പേമും അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റെറോണും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ടെസ്റ്റിസ് ആണ്. സ്ക്രോട്ടം ഡിക്രീസ് ദ ടെമ്പറേച്ചർ ഇൻസൈഡ് ബൈ 2 degrees സെൻറ്റിഗ്രേഡ്, പ്രൊവൈഡ് ദ ഒപ്റ്റിമൽ ടെമ്പറേച്ചർ ഫോർമേഷൻ ഓഫ് ദ സ്പേം. സ്പേം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ബോഡി ടെമ്പറേച്ചറിനെക്കാളും 2 degree കുറയണം. അതിന് വേണ്ടിയിട്ടാണ് പുറത്തോട്ട് വെസിക്കിളായിട്ട് കിടക്കുന്നത്. രണ്ടാമത്തേത് എപ്പിഡിഡൈമസ്.
It is a coiled tube-like structure firmly attached to the testis. അതായത് ഈ ടെസ്റ്റിസിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം കണ്ടോ, അതാണ് എപ്പിഡെർമസ് എന്ന് പറയുന്നത്. ആൻഡ് it serves as storehouse of sperm. Epidermis storehouse of sperm ആണ്. Inside epidermis sperm become mature and develop motility. Sperm mature ആവുന്നതും motility കിട്ടുന്നതൊക്കെ എവിടെ നിന്നാണ്? എപ്പിഡെർമിസിൽ നിന്നാണ്. Then vas difference. Sperms are carried by long tube vas difference or sperm duct into organs called seminal vesicle. ഈ seminal vesicle-ലേക്ക് കൊണ്ടുപോകുന്ന ട്യൂബാണ് എന്ത്? വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ആൻഡ് സെമിനൽ വെസൈക്കിളിൽ എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവർക്ക് വേണ്ട നറിഷ്മെൻ്റ് ഒക്കെ കിട്ടുന്നത്. അതാണ് കാരണം ഇവർ പാസ് ചെയ്ത് ഫീമെയിലിൻ്റെ ഉള്ളിലെത്തണം. അതുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ ന്യൂട്രീഷനും കൊടുക്കുന്നത് ആരാണ്? സെമിനൽ വെസിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെമനാണ്. Urethra, common duct for passage both urine and spermatic fluid. Urethra carries sperm to an organ called penis, which open outside through a male genital pore. അപ്പോൾ it forms external male genital organ. അപ്പോൾ പെനിസ് വഴിയാണ് അവരുടെ എക്സ്റ്റേണൽ ഓർഗൻ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ പെനിസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? പുറത്തോട്ട് ഇതിനെ ഇജാക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ യൂറത്ര എന്ന് പറയുന്നത് എന്താണ്? രണ്ടിൻ്റെയും കോമൺ പാസേജ് ആണ് കേട്ടോ. രണ്ടിൻ്റെയും സെമൻ പോകാനാണെങ്കിലും യൂറിൻ പോകാനാണെങ്കിലും കോമൺ പാസേജ് ആണത് യൂറത്ര എന്ന് പറയുന്നത്. ഇനി ആക്സസറി ഗ്ലാൻഡ് ആയിട്ട് വരുന്നതാണ് സെമിനൽ വെസിക്കിൾ, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, ബൾബോ യൂറത്രൽ ഗ്ലാൻഡ്. സെമിനൽ വെസിക്കിൾ എന്ത് ചെയ്യുന്നു? തിൻ വാൾഡ് മസ്കുലാർ ഇലോങ്ങേറ്റഡ് സ്ലാക്കാണ്. സ്പേമിന് വേണ്ടിയിട്ടുള്ള നറിഷ്മെൻറ്റ് കൊടുക്കുന്നത് സെമിനൽ വെസിക്കിളാണ്. പിന്നെയുള്ളത് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്. കേട്ടിട്ടുണ്ടോ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്? അവരെന്ത് ചെയ്യുന്നു? ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സെക്രീഷൻ ഓഫ് സെമിനൽ വെസൈക്കിൾസ് ആണ്. ബൾബോ യൂറത്ര ഗ്ലാൻഡ് അല്ലെങ്കിൽ കൂപ്പേഴ്സ് ഗ്ലാൻഡ് എന്നും കൂടെ നമ്മൾ പറയും. അതെന്താ ചെയ്യുന്നത്? ഇറ്റ് സെക്രീറ്റ് വാട്ടറി ആൽക്കലൈൻ ഫ്ലൂയിഡ്, ന്യൂട്രലൈസ് അസിഡിക് യൂറത്ര ആൻഡ് ലുബ്രിക്കേറ്റ് യൂറത്ര ഫോർ പാസേജ് ഓഫ് സെമൻ. അതായത് ഈ കോപ്പേഴ്സ് ഗ്ലാൻഡ് എന്ത് ചെയ്യുന്ന ഒരു ആൽക്കലൈൻ നേച്ചർ കൊടുക്കുന്നു. അപ്പോൾ യൂറിൻ പോകുമ്പോൾ അതൊരു ആസിഡിക് നേച്ചർ ആണെങ്കിൽ അതിനെ ആൽക്കലൈൻ ആക്കി അതിനെ ലുബ്രിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് ആണെന്ത് ഈ ബൾബോ യൂറത്ര ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെമൻ്റെ പാസേജിന് വേണ്ടിയിട്ട് അവർ ഹെൽപ്പ് ചെയ്യുകയാണ്. ഓക്കെ ആണോ? അതാണ് ആക്സസറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. സെമൻ എന്ന ഫ്ലൂയിഡ് ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലൂയിഡ് ഇജാക്കുലേറ്റഡ് ത്രൂ പീനിസ് ഡ്യൂറിങ് സെക്ഷൽ ഇൻ്റർകോഴ്സ്. ഏകദേശം 3 to 4 ml മാത്രമേ ഇജാക്കുലേഷൻ ടൈമിൽ ഉണ്ടാവുന്നുള്ളൂ. സെമിനൽ ഫ്ലൂയിഡ് പ്ലസ് സ്പേമിനെയാണ് നമ്മൾ സെമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെമിനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണ്? സെക്രീഷൻ ഓഫ് സെമിനൽ വെസിക്കിൾ, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ആൻഡ് കൂപ്പർ ഗ്ലാൻഡ്. ഈ 3 ഗ്ലാൻഡിൻ്റെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ് എവിടെ വരുന്നുണ്ട്? സെമനിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ പ്രൊവൈഡ് ന്യൂട്രീഷൻ ആൻഡ് ആക്ടിവേഷൻ ഓഫ് സ്പേം. സ്പേമിന് നല്ല ന്യൂട്രീഷൻസ് കൊടുക്കുക, ഫീമെയിലിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള മോട്ടിലിറ്റി ഒക്കെ ആക്ടിവേറ്റ് ചെയ്യുക. ഇതൊക്കെ ഇതിൻ്റെ ഫംഗ്ഷനാണ്. ന്യൂട്രലൈസ് ആസിഡിക് യൂറത്ര, ലുബ്രിക്കേഷൻ. ആ പോകുന്ന വഴി കുറച്ച് ലുബ്രിക്കേഷൻസ് സ്മൂത്ത് ആയിട്ട് പോകാനുള്ളത് ഹെൽപ്പ് ചെയ്യുന്നു. ഫെസിലിറ്റേറ്റ് സെക്ഷൽ ഇൻ്റർകോഴ്സ്. ആ ഒരു സെക്ഷൽ ആക്ടിവിറ്റീനെ ഇൻ്റർകോഴ്സിനെ ഹെൽപ്പ് ചെയ്യാനും ആര് സഹായിക്കുന്നു? സെമൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതിൻ്റെ പാർട്സ്, അസോസിയേറ്റഡ് ഗ്ലാൻഡ്സ്, സെമൻ, ഇതെല്ലാം ക്ലിയർ ആയോ മക്കളെ? ഇതെല്ലാം ക്ലിയർ ആയെങ്കിൽ വേഗം തന്നെ ഒരു തംസപ്പ് തരിക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, മിസ് എല്ലാം ക്ലിയർ ആക്കി തരാം. ഓക്കെ യെസ്, അങ്ങനെയാണെങ്കിൽ പോയാലോ നമുക്ക്? റെഡിയാണോ മക്കളെ? ക്ലിയർ ആണ് അല്ലേ? അപ്പോൾ സ്പേമിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ സ്ട്രക്ചർ എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് കാണുന്ന ഈ ഒരു പോർഷനാണ് എന്ത്? അക്രോസോം. അതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ ഇവിടെ ഇതാ നിങ്ങൾക്ക് മൈറ്റോകോൺട്രിയ കാണും. കാരണം ഈ സ്പേം മോട്ടൈലാണ്. ഇതിന് മോഷൻ നടക്കണമെങ്കിൽ എനർജി വേണം. അതിനുവേണ്ടി മൈറ്റോകോൺട്രിയ ഉണ്ട്. താഴെയായിട്ട് ആക്സൽ ഫിലമെൻ്റ്, ഒരു ടെയിൽ പോർഷനും ഉണ്ട്. ഏകദേശം 20 to 200 millions ഓഫ് ഇജാക്കുലേഷൻ ടൈമിൽ 200 million സ്പേം ഉണ്ട് ആ ഒരു സെമനിൽ ഉണ്ടാകും. ഇൻക്രീസ് നമ്പർ ഓഫ് സ്പേം സെൽ ഇൻ സെമൻ ഇൻക്രീസ് സ്പേം കോമ്പറ്റേറ്റീവ്നെസ്. കാരണം എത്ര പോയാലും ഏതെങ്കിലും ഒന്ന് മാത്രമേ ഫങ്ഷണലായിട്ട് എന്ത് ചെയ്യൂ? ഓവത്തിൻ്റെ ഉള്ളിലെത്തി ഓവറിൻ്റെ അവിടെ ഫ്യൂഷൻ നടക്കുകയുള്ളൂ. അതുകൊണ്ട് മില്യൺസ് ഓഫ് സ്പേം എന്ത് ചെയ്യും? മെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇറ്റ് ഷുഡ് നോട്ട് ബി കൺസിഡേർഡ് ആസ് ബയോളജിക്കൽ വേസ്റ്റേജ്. ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 24 to 48 hours ആണ്. അപ്പം ഫീമെയിൽ ബോഡിയിൽ ഏകദേശം 24 മുതൽ 48 മണിക്കൂർ വരെയാണ് എന്ത് ചെയ്യുക? സ്പേം അവിടെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയുള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ സ്പേമിൻ്റെ സ്ട്രക്ചർ പഠിച്ചു വെക്കുക. സെമനും സ്പേമും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. ഇനി അക്രോസോം കണ്ടല്ലോ. അക്രോസോം, യെസ്, അക്രോസോം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ അല്ലേ? പ്രോട്ടീൻ കൊണ്ടാണ് അക്രോസോം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് അതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്.
ഓക്കെ, യെസ്. അപ്പോൾ ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ് ഇവരുടെ അറ്റത്തുള്ളത്. അതുവഴിയാണ് എന്ത് ചെയ്യുന്നത്, ഓവറിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഡൈജസ്റ്റീവ് എൻസൈംസ്. ഓക്കെ, യെസ്. സോ നമ്മളിതാ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് കടക്കാം കേട്ടോ. എല്ലാം ഓക്കെ ആണെങ്കിൽ മിസ് പോട്ടെ, എല്ലാം ഓക്കെ ആണെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് കടക്കട്ടെ. ഓക്കെ, അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് വരുമ്പം ഇറ്റ്സ് കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് ഓർഗൻസ്. എന്തൊക്കെയാ? എ പെയർ ഓഫ് ഓവറി ഉണ്ട് അല്ലേ, രണ്ട് ഓവറി നമുക്കുണ്ട്. ആൻഡ് ഇവിടെ നിന്ന് പോകുന്ന ഈ ഒരു ഭാഗത്തിനെ നമ്മൾ ഫലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്റ്റ് എന്ന് പറയും. ആൻഡ് ഇവിടെയാണ് നമ്മുടെ ബേബി വളരുന്ന യൂട്രസ്, ഗർഭപാത്രം എന്ന് പറയുന്നത്. ഈ ഒരു പോർഷനെയാണ് നമ്മൾ സെർവിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് വജൈന. ഈ ഓപ്പൺ പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വജൈന എന്ന് പറയുന്നത്. അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗം ഇത്രയേ ഉള്ളൂ. പെയർ ഓഫ് ഓവറി ഉണ്ട്, ഓവറിൻ്റെ യൂട്രസിലേക്ക് കണക്ട് ചെയ്യുന്ന ഒവിഡക്റ്റ് അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ് ഉണ്ട്, കുഞ്ഞിനെ വഹിക്കാനുള്ള യൂട്രസ് ഉണ്ട്, സെർവിക്സ് ആൻഡ് വജൈന. ഓക്കെ, അപ്പോൾ ഓവറീസ് എന്ന് പറയുന്നത് പെയർ ലൊക്കേറ്റഡ് ഇൻ ദ അബ്ഡോമിനൽ ക്യാവിറ്റി നിയർ കിഡ്നിയിലേക്കാണ്. ആൻഡ് ഫീമെയിൽ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ വിച്ച് പെർഫോം ഡ്യുവൽ ഫംഗ്ഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ഫീമെയിൽ ഗാമേറ്റ് ഓർ ഓവം ആൻഡ് സെക്രീഷൻ ഓഫ് ഫീമെയിൽ സെക്സ് ഹോർമോൺ. അതായത് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെന്ത് നമ്മുടെ ഓവറീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹോർമോൺസിൻ്റെ ആക്ഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു പെൺകുട്ടി ജനിക്കുന്ന പാടെ തന്നെ നമുക്ക് എന്തുണ്ട്, ഓവറീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ ഓവം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് മെച്യൂർ ആവുന്നത് എപ്പോഴാണ്, ഓരോ മെൻസ്ട്രൽ സൈക്കിൾ നടക്കുമ്പോഴാണ്. നമ്മൾ പ്യൂബർട്ടിയിൽ എത്തുമ്പോഴാണ് ഓരോന്ന് ഡെവലപ്പ് ആവാൻ തുടങ്ങുന്നത്. ഓരോ മാസവും എന്ത് ചെയ്യുകയാണ്, ഓരോ ഓവറിയിൽ നിന്ന് ഓവം മെച്യൂറായി പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. പക്ഷേ കാലങ്ങൾ കഴിയുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഈ ഓവം പഴകി തുടങ്ങും. അതുകൊണ്ടാണ് നല്ല ടൈമിൽ പ്രഗ്നൻസി നടത്തണമെന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഓവം ഏജ്ഡ് ആയിക്കൊണ്ടിരിക്കും. സോ ഓവറീസ് ആണ് എന്ത് ചെയ്യുന്നത്, ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ ഹോർമോൺസ് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫലോപ്പിയൻ ട്യൂബ് എന്താ, 1 പെയർ ലോങ് കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. അതെന്താ ചെയ്യുന്നത്, ഈ ഓവറിയിൽ നിന്ന് യൂട്രസിലേക്ക് ഓവത്തെ എത്തിക്കുന്നത് ആരാണ്, നമ്മുടെ ഫലോപ്പിയൻ ട്യൂബാണ്. ആൻഡ് കൺവല്യൂട്ടഡ് ക്യാരി ഓവ അല്ലെങ്കിൽ എഗ്. ഓവറിയിൽ നിന്ന് ഓവത്തെ യൂട്രസിലേക്ക് എത്തിക്കുന്ന വഴിയാണെന്ത്, നമ്മുടെ ഈ ഒരു ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്. പിന്നുള്ളത് യൂട്രസ് അല്ലെങ്കിൽ വൂംബ് അല്ലേ, നമ്മുടെ ഗർഭപാത്രം. ഓളോഗ് ഓർഗൻ വിത്തിൻ വിച്ച് എംബ്രിയോ ഡെവലപ്പ് അല്ലേ, കുട്ടി വളരുന്ന ആ ഒരു ഭാഗമാണത് യൂട്രസ് എന്ന് പറയുന്നത്. അപ്പർ പോർഷൻ ഈസ് ബ്രോഡർ, ലോവർ പോർഷൻ ഈസ് നാരോവർ കോൾഡ് സെർവിക്സ്. ആ യൂട്രസിൻ്റെ താഴെ നിങ്ങൾ കാണുന്ന നാരോ പോർഷനാണിത് സെർവിക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലാണെന്നത് ബേബി വളരുന്നത് കേട്ടോ. പിന്നെ ഉള്ളതാണെന്ത്, വജൈന എന്ന് പറയുന്നത്. ലോങ് അബൌട്ട് 8 സെൻറ്റിമീറ്റർ, ഏകദേശം 8 സെൻറ്റിമീറ്ററോളം എന്തുണ്ട്, വജൈനയുണ്ട്. ട്യൂബുലാർ മസ്കുലാർ സ്ട്രക്ചർ റിസീവിംഗ് സെർവിക്സ് ഓഫ് ദി യൂട്രസ് കോൾസ് ബർത്ത് കനാൽ. ഇറ്റ് റിസീവ് സ്പേം ഫ്രം മെയിൽ ആൻഡ് ഓൾസോ സർവീസ് പാസേജ് ത്രൂ വിച്ച് ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ് ഈസ് ബോൺ. അപ്പോൾ ഒരു കുട്ടി ഉണ്ടായി പുറത്തോട്ട് വരുന്ന ഇതിലൂടെയാ, ഈ വജൈനയിലൂടെയാണ് അല്ലേ. ഈ വജൈനയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ബേബി ഉണ്ടാവുന്നത്. ആൻഡ് പെനിസ് ഇൻജെക്റ്റ് ചെയ്യുന്നത്, അതായത് സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ ടൈമിൽ സെമൻ ഇജാക്കുലേറ്റ് ചെയ്യുന്നതും ഈ വജൈനയിലൂടെ തന്നെയാണ്. അതുവഴി തന്നെയാണ് കുട്ടി ഉണ്ടാവുന്നത്. ഇനി എങ്ങനെ ഹ്യൂമൻ ബീയിങ്ങിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നു, നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെ ഈ റീപ്രൊഡക്ഷൻ നടക്കുന്നു എന്ന് നമുക്ക് പഠിക്കാം. സ്പേം ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ദ ഫീമെയിൽ. ഫീമെയിലേക്ക് ഡ്യൂറിങ് സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്ത് ചെയ്തു, സ്പേമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ത്രൂ വജൈന പെനിസ് ബൈ ദ പ്രോസസ് ഓഫ് കോപ്പുലേഷൻ ഓർ മീറ്റിംഗ് പ്രോസസ് അല്ലെങ്കിൽ കോപ്പുലേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതുവഴി എന്ത് ചെയ്തു, സ്പേം ഫീമെയിൽസിൻ്റെ വജൈനയിലെത്തി. ആൻഡ് ഫെർട്ടിലൈസേഷൻ ഒക്കോർ ഇൻ ദ ഫലോപ്പിയൻ ട്യൂബ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വജൈനയിലെത്തിയ ഈ സ്പേം എന്ത് ചെയ്യും, ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങോട്ട് വരും. ഈ പാസ് ചെയ്ത സമയത്ത് ഇവിടുന്ന് ഓവം പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓവത്തിലേക്ക് നമ്മുടെ സ്പേം കയറുന്നതും ഫെർട്ടിലൈസേഷൻ നടക്കുന്നതും. അപ്പം ഫെർട്ടിലൈസേഷൻ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഈ ഒവിഡക്റ്റിൽ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഫ്യൂഷൻ നടക്കാൻ വേണ്ടിയിട്ട്. സ്പേംസ് ആർ ഹൈലി ആക്റ്റീവ് ആൻഡ് മൊബൈൽ വിച്ച് മൂവ് ത്രൂ സെർവിക്സ് ഇൻ ടു യൂട്രസ് ആൻഡ് പാസ് ഇൻ ടു ഫെലോപ്പിയൻ ട്യൂബ്. അപ്പം സെർവിക്സ് വഴി യൂട്രസ് വഴി എവിടെ എത്തും, നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിലെത്തും. അവിടെ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കും. ഫെലോപ്പിയൻ ട്യൂബ് ഓൺലി 1 sperm fertilized 2 ovum.
ഒരു ഓവത്തിലേക്ക് ഒരു സ്പേമാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. അങ്ങനെ എന്തുണ്ടാവുന്നു? സൈഗോട്ട് ഉണ്ടാവുന്നു. ഇതിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുക. അപ്പം ഹ്യൂമൻ ബീങ്സിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്പേം ഈസ് ഫ്യൂഷൻ വിത്ത് ഓവം ആൻഡ് പ്രൊഡ്യൂസ് സൈഗോട്ട്. ക്ലിയർ ആയോ? അപ്പം മനുഷ്യരിൽ എങ്ങനെയാണ്? മെയിൽ ഗാമേറ്റ്, അതായത് സ്പേം പ്ലസ് ഫീമെയിൽ ഗാമേറ്റ്, നമ്മുടെ ഓവം, എന്നിട്ട് എന്തുണ്ടാവുന്നു? സൈഗോട്ട് ഉണ്ടാവുന്നു. അതാണ് ഹ്യൂമൻ ബീങ്സിലെ ഫെർട്ടിലൈസേഷൻ. ഇനി 2 സ്പേമും കയറാം, ചില സമയത്ത് കയറാം, എബ്നോർമൽ കണ്ടീഷൻ, അങ്ങനെ ട്വിൻസ് ഉണ്ടാവാം. അതല്ലെങ്കിൽ ഈ ഉണ്ടായ സൈഗോട്ട് തന്നെ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്ത് 2 ഐഡൻറ്റിക്കൽ ട്വിൻസ് ആയിട്ടും മാറും. അങ്ങനെയും ട്വിൻസ് ഉണ്ടാവുന്ന കേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എന്ത്? ഫെർട്ടിലൈസേഷൻ. പിന്നെ എന്ത് ചെയ്യും? ആ എംബ്രിയോ ഡെവലപ്മെൻറ്റ് ഓഫ് സൈഗോട്ട് സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി ഇൻ ദ ഫെലോപ്പിയൻ. അപ്പം തന്നെ എന്ത് ചെയ്യും? ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ച് അത് ഡിവിഷൻ നടക്കും. ആൻഡ് പ്രഗ്നൻസി സ്റ്റാർട്ട് വൈ മെൻസ്ട്രേഷൻ സ്റ്റോപ്പ്. പിന്നെ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, മെൻസ്ട്രേഷൻ നിന്നു, ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അവിടെ ബ്ലീഡിങ് നടക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ പ്രഗ്നൻസി നമുക്ക് കൺഫേം ചെയ്യാം. എംബ്രിയോ മൂവ് ഡൗൺ ടു ദ റീച്ച് യൂട്രസ്. എംബ്രിയോ ഗെറ്റ് എംബഡഡ് ഇൻ ദ തിക്ക് ഇന്നർ ലൈനിങ് ഓഫ് യൂട്രസ്. യൂട്രസിലേക്ക് എന്ത് ചെയ്യും? ആ ലൈനിങ്ങിലേക്ക് എന്ത് ചെയ്യും? നമ്മുടെ എംബ്രിയോ എവിടെ ചെയ്യും? അറ്റാച്ച് ചെയ്യും. അതായത് ഈ യൂട്രസിലേക്ക് എന്ത് ചെയ്യും? ആ ഉണ്ടായ സൈഗോട്ട് വന്ന് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് ഈ കുട്ടി ഇങ്ങനെ വളരാൻ തുടങ്ങും. കണ്ടോ? കുട്ടി ഇങ്ങനെ വളരാൻ തുടങ്ങും. അങ്ങനെ യൂട്രസിൻ്റെ വോൾ ഡെവലപ്പ് ചെയ്യും. ഭിത്തിയൊക്കെ കൊടുത്ത് ആ കുഞ്ഞിനെ വളരാനുള്ള എല്ലാ പ്രൊട്ടക്ഷനും അവിടെ കൊടുക്കും. ആൻഡ് ദെൻ സ്പെഷ്യൽ ടിഷ്യൂസ് ഡെവലപ്പ് ബിറ്റ്വീൻ യൂട്രൈൻ വോൾ ആൻഡ് എംബ്രിയോ. അതാണ് ഫീറ്റസ്, പ്ലാസൻ്റ് അല്ലേ? ഫീറ്റസിൻ്റെയും ഈ വോളിൻ്റെ ഇടയിൽ എന്തുണ്ടാകും? പ്ലാസൻ്റ ഉണ്ടാകുന്നു. പ്ലാസൻ്റ വഴിയാണ് എന്ത് ചെയ്യുന്നത്? എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻ്റ് ഓക്സിജൻ വേസ്റ്റ് പ്രോഡക്ട്സ് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ഫീറ്റസ് ആൻഡ് മദർ. അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏത് വഴിയാണ്? പ്ലാസൻ്റ വഴിയാണ്. പ്ലാസൻ്റ വഴി. കാരണം ഈ ഗർഭപാത്രവും കുട്ടിയുണ്ട്, അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു ടിഷ്യൂ ഉണ്ട്, അതാണ് പ്ലാസൻ്റ. അതുവഴിയാണ് ഓക്സിജനും ന്യൂട്രിയൻസും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ടൈം പീരീഡ് ഫ്രം ഡെവലപ്മെൻറ്റ് ഓഫ് ഫീറ്റസ് ഇൻസൈഡ് ദ യൂട്രസ് ടിൽ ബർത്ത് ഈസ് കോൾഡ് ജസ്റ്റേഷൻ പീരീഡ്. അതായത് ഗർഭകാലത്തെ കുട്ടി വയറിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആ ടൈമിനെയാണ് നമ്മൾ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്രോക്സിമേറ്റ്ലി 9 months, 9 മാസമാണ്. അറ്റ് ദി എൻഡ് ഓഫ് ജസ്റ്റേഷൻ പീരീഡ് ഫീമെയിൽ ഗിവ് ബർത്ത് ടു ഫുള്ളി ഡെവലപ്പ് ഫീറ്റസ്. ആക്ട് ഓഫ് ഗിവിംഗ് ബർത്ത് ഈസ് കോൾഡ് പാച്ചുറേഷൻ. അപ്പം 9 മാസം കഴിഞ്ഞ് പൂർണ്ണമായിട്ട് കുഞ്ഞ് വളർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ബർത്ത് അല്ലേ, കുട്ടീനെ പ്രസവിക്കും. പ്രസവിക്കുന്നതിനെയാണ് നമ്മൾ പാച്ചുറേഷൻ എന്ന് പറയുന്നത് അല്ലേ? പാച്ചുറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ? യെസ്. സോ അതാണെന്ത്? കുട്ടി ഉണ്ടാവുന്നത്. ഇനി റീപ്രൊഡക്റ്റീവ് സൈക്കിൾ അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ, സെക്ഷൽ സൈക്കിൾ എന്ന് പറയും. കുട്ടി എപ്പോഴും ഉണ്ടാകുന്നില്ല. കാരണം നമ്മളെന്താണ്? ഫെർട്ടിലൈസേഷൻ നടന്നില്ല. സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്നാൽ അവിടെ എന്ത് എടുക്കും? ഫെർട്ടിലൈസേഷൻ നടക്കും. അല്ലാത്തപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓരോ മാസവും ഈ കുട്ടി ഉണ്ടാവാൻ വേണ്ടി സ്പേമിനെ പ്രതീക്ഷിച്ച് നമ്മുടെ ഓവം പ്രൊഡ്യൂസ് ചെയ്യാണ്. സോ ഇറ്റ് റെപ്രസെൻറ്റ് സൈക്ലിക് ചേഞ്ചസ് ഇൻ ദ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ഫീമെയിൽ. ഇറ്റ് ബിഗിൻസ് വിത്ത് മെൻസ്ട്രേഷൻ. കുട്ടി പ്യൂബർട്ടിയിലായി കഴിയുമ്പോൾ മെൻസ്ട്രേഷൻ ബിഗിൻ ചെയ്യും. ഓവം മെച്ചുറായി പൊട്ടി ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ്. കാരണം എന്താ? ഈ ഓവം ചെന്ന് യൂട്രസിൽ അറ്റാച്ച് ചെയ്യാൻ നോക്കുമ്പോൾ സ്പേമില്ല. സ്പേം ഇല്ലാത്തതുകൊണ്ട് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? അവിടെ യൂട്രസ് ഒരു കുട്ടീനെ ഒരുക്കാൻ വേണ്ടി യൂട്രൈൻ്റെ വോളൊക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. പക്ഷേ സ്പേം എത്തിയിട്ടില്ല, ഫെർട്ടിലൈസേഷൻ നടക്കാത്തതുകൊണ്ട് അത് വെറുതെ ആകും. ആ സമയത്ത് എന്ത് ചെയ്യും? ഓവറി എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്ത്, ഓവമൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് യൂട്രസിൻ്റെ വോള് ബ്രേക്ക് ഡൗൺ ചെയ്യും. അതാണ് എന്ത് ചെയ്യുന്നത്? ബ്ലീഡിംഗ് ആയിട്ട് പുറത്തോട്ട് പോകുന്നത്. സോ ബ്രേക്ക് ഡൗൺ ആൻഡ് റിമൂവൽ ഓഫ് ദ ഇന്നർ തിക്ക് ആൻഡ് സോഫ്റ്റ് ലൈനിങ് ഓഫ് യൂട്രസ് എലോങ് വിത്ത് ബ്ലഡ് വെസൽ ഇൻ ദ ഫോം ഓഫ് വജൈനൽ ബ്ലീഡിംഗ് ഈസ് കോൾഡ് മെൻസ്ട്രേഷൻ. വെജൈന വഴിയാണ് എന്ത് ചെയ്യുന്നത്? മെൻസ്ട്രേഷൻ നടക്കുന്നത്. ഫസ്റ്റ് മെൻസ്ട്രേഷൻ ഒക്കോർ അറ്റ് ദി ഏജ് ഓഫ് 11 to 12 years. ഓക്കെ. പിന്നെ അത് മൊണാർക്കാണ്. ലാസ്റ്റ് മെൻസ്ട്രേഷൻ വിച്ച് ഒക്കോർ അറ്റ് ദി ഏജ് ഓഫ് 45 years. എൻഡ് ഓഫ് റിപ്രൊഡക്ഷൻ പീരീഡ് ഇസ് മെനോപോസ്. അതായത് 45 വയസ്സൊക്കെ ആകുമ്പോൾ സ്ത്രീകളിൽ എന്ത് ചെയ്യും? ഈ മെൻസ്ട്രേഷൻ കംപ്ലീറ്റ് ആകും. ആ നിൽക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെനോപോസ് എന്ന് പറയുന്നത്. മെനോപോസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് മെൻസ്ട്രേഷൻ നമ്മൾ മൊണാർക്ക് എന്നും പറയും. അതും കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയവരെല്ലാവരും ഒന്ന് ഫയർ ഇമോജി ഇട്ടേ. നമ്മൾ റീപ്രൊഡക്ഷൻ പഠിച്ചു, ഫ്ലവറിൽ പഠിച്ചു, ഹ്യൂമൻ ബീങ്സിൽ റീപ്രൊഡക്ഷൻ പഠിച്ചു, അതിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ടെസ്റ്റിസ്, അസോസിയേറ്റഡ് ഗ്ലാൻസ് പഠിച്ചു, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓവറി, യൂട്രസ്, ഫെലോപ്പിൻ ട്യൂബ്, സെർവിക്സ്, വജൈന പഠിച്ചു. ഇതെല്ലാം ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മിസ്സിനൊരു ഫയർ ഇമോജി ഇട്ട് തന്നേ മക്കളെ. വേഗം നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക്, റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലേക്ക് നമ്മൾ പോവുകയാണ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലേക്ക് നമ്മൾ പോവുകയാണ്. എല്ലാവരും വേഗം തന്നെ ഒരു ഫയർ ഇമോജി ഇട്ടേ. ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചു.
ക്ലിയർ ആണോ മക്കളെ? യെസ്, ഓക്കെ ആണല്ലോ. ചെറിയൊരു ടോപ്പിക്കും കൂടിയേ ഉള്ളൂ, അതോടുകൂടെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഓക്കെ, യെസ്. Okay, so reproductive health is all those aspects of general health which help a person to lead a normal, safe and satisfying life. കാരണം റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, രണ്ട് ഡിഫറെൻറ്റ് പേഴ്സൺസ് തമ്മിലുള്ള ഇമോഷണൽ, ഫിസിക്കൽ ആൻഡ് മെൻ്റലി ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അവിടെ ഇൻ്റർകോഴ്സ് നടത്തുന്ന സമയത്ത് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരാം. അപ്പം അതുവഴി വരുന്ന ഒന്നാണ് ദ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. സോ ദീസ് ആർ ദ ഡിസീസ് വിച്ച് ആർ സ്പ്രെഡ് ബൈ സെക്ഷുവൽ കോണ്ടാക്ട് ഫ്രം ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ ടു ഹെൽത്തി പേഴ്സൺ. They are caused by various microorganisms that live in warm and moist environment of vagina, urethra, anus and mouth. Some of the common STDs. അതായത് നമുക്കറിയാം, മെയിൽസിലാണെങ്കിലും ഫീമെയിൽസിലാണെങ്കിലും മോയിസ്റ്റ് നിൽക്കുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഈ ഒരു വജൈന ആണെങ്കിലും പീനീസൊക്കെ ആണെങ്കിലും അവിടെ ഫംഗൽ ഇൻഫെക്ഷൻസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ എളുപ്പമാണ്. ആൻഡ് ഡ്യൂറിങ് സെക്ഷൽ ഇൻ്റർകോഴ്സ്, ഈ പറയുന്ന സെക്സ് ചെയ്യുന്ന സമയത്തും എന്ത് സംഭവിക്കാം, ഇത്തരത്തിലുള്ള ഡിസീസസ് ട്രാൻസ്മിറ്റ് ആവാം. അപ്പോൾ പ്രോപ്പറായിട്ട് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പലതരത്തിലുള്ള സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലെങ്കിൽ STDs വരാം. ആ തരത്തിലുള്ള ഡിസീസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന് ഗൊണറിയ. ഗൊണറിയ എന്ന് പറഞ്ഞാൽ കോസ്ഡ് ബൈ ബാക്ടീരിയം നെയ്സീരിയ ഗൊണറിയ, ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻഫ്ലമേഷൻ ഓഫ് യൂറിനോജെനിറ്റൽ ട്രാക്ട് ആൻഡ് പേഷ്യൻറ്റ് ഫീൽ ബേണിംഗ് സെൻസേഷൻ ഡ്യൂറിങ് യൂറിനേഷൻ. ബാക്ടീരിയ ഇൻഫെക്ട് ദ യൂറട്രിൻ മെൻ ആൻഡ് സെർവിക്സ് ഇൻ വുമൻ. അതായത് സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുന്നത് വഴി പകരുന്ന ഒരു അസുഖമാണ് ഗൊണോറിയ. ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ്. അപ്പം നമ്മുടെ ആ ഒരു ജെനൈറ്റൽ ഏരിയയിൽ വരെ ബേണിംഗ് സെൻസേഷൻ, അപ്പോൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര വേദന ഉണ്ടാകും. ആൻഡ് അതുപോലെ ഫീമെയിൽസിൽ സെർവിക്സ് റീജിയനിലും മെയിൽസിൽ എവിടെയാണ്, പീനിസ് റീജിയനിലുമാണ് ഈ ഒരു ഇൻഫെക്ഷൻസ് ഉണ്ടാവുക. രണ്ടാമത്തേത് സിഫിലിസ്. ബാക്ടീരിയം ട്രപ്പനോമ പലേഡിയം വിത്ത് ക്യാരക്ടറൈസ്ഡ് ബൈ ലീഷൻസ് ഇൻ ദ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് യൂറിനോജെനിറ്റൽ ട്രാക്ട്. അതായത് നമ്മുടെ യൂറിനോജെനിറ്റൽ ട്രാക്റ്റിൽ എന്താണ്, മ്യൂക്കസ് കൊണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മ്യൂക്കസ് കോട്ടിങ് ഉള്ള സമയത്ത് മ്യൂക്കസ് മെംബ്രെയിനിൽ എന്ത് ചെയ്യും, ഈ ഇൻഫെക്ഷൻസ് വരും, ബാക്ടീരിയ എഫക്റ്റ് ചെയ്യും. അങ്ങനെ അവിടെ ഭയങ്കര ഇറിറ്റേഷൻസും ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ഭയങ്കര പെയിനൊക്കെ ഉണ്ടാകും. അതാണ് സിഫിലിസ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് ട്രൈക്കോമോണിയാസിസ്. പ്രോട്ടോസോവ ട്രൈക്കോമോണീസ് ആണ്, ക്യാരക്ടറൈസ്ഡ് ബൈ സം വജൈനൽ ഡിസ്ചാർജ് ഇൻ യൂറിനോജെനിറ്റൽ ട്രാക്ട് ഓഫ് ഫീമെയിൽ. അത് ഫീമെയിൽസിലാണ്, കാരണം ഫീമെയിൽസിൽ കുറച്ച് വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അത് അവിടെ നിന്ന് പല ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകുന്നത് വഴി ഉണ്ടാകുന്നതാണ് ട്രൈക്കോമോണിയാസിസ്. പിന്നെയുള്ള മേജർ സിംറ്റമാണ് എയ്ഡ്സ്. കാരണം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിൽ ഏറ്റവും വളരെ ഡെഡ്ലി ആയിട്ടുള്ള വൈറസാണ് എയ്ഡ്സ്. അത് HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് കോസ് ചെയ്യുന്നതാണ്. ഇറ്റ് സപ്രസ് ബോഡീസ് ഇമ്മ്യൂൺ സിസ്റ്റം ദെയർബൈ മേക്കിംഗ് ഇറ്റ് സസെപ്റ്റബിൾ ടു എനി ഡിസീസ്. HIV രോഗിയുള്ള ഒരാളുമായിട്ട് നമ്മൾ ഇൻ്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HIV വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ പെട്ടെന്ന് വരും. പിന്നെ നമ്മുടെ ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രതിരോധ ശേഷി ഉണ്ടാവില്ല. അതാണ് ഈ രോഗത്തിൻ്റെ മെയിൻ പ്രശ്നം. ഇനി മെത്തേഡ്സ് ടു ട്രാൻസ്മിഷൻ ഓഫ് എയ്ഡ്സ്. എങ്ങനെയാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത് എയ്ഡ്സിൻ്റെ? സെക്ഷൽ കോണ്ടാക്റ്റ് വഴി നടക്കാം. അതല്ലെങ്കിൽ എന്താണ്, ട്രാൻസ്മിഷൻ ഓഫ് ബ്ലഡ്, ഒരാളുടെ രക്തം മറ്റൊരാൾ സ്വീകരിക്കുന്നത് വഴി. ഇൻഫെക്റ്റഡ് നീഡിൽസ്, HIV ബാധിച്ച ഒരാൾ കുത്തിയ സൂചി വേറൊരാൾ കുത്തുമ്പോൾ എന്ത് ചെയ്യും, നീഡിൽസ് വഴി പകരാം. അതല്ലെങ്കിലോ ത്രൂ പ്ലാസൻ്റ ഫ്രം മദർ, HIV ബാധിതയെ അമ്മയിൽ നിന്ന് കുട്ടിയിലേക്കും പകരാം. അപ്പം ഈ രീതിയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, എയ്ഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ മേജർ STDs ആണ്. എങ്ങനെ നമുക്ക് ഈ പറയുന്ന പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന STDs അവോയ്ഡ് ചെയ്യാനൊക്കെ കുറേ മെത്തേഡുകളുണ്ട്. ഒന്നാമത്തേത് മെക്കാനിക്കൽ ബാരിയർ മെത്തേഡാണ്. എന്താണ് ഈ മെക്കാനിക്കൽ ബാരിയർ മെത്തേഡ് എന്നറിയോ? ഗെയിം കളിച്ചാൽ ബുദ്ധി പോകുന്നില്ല. ഓക്കെ, ഇപ്പം മെത്തേഡ്സ് ടു അവോയ്ഡ് പ്രഗ്നൻസി അല്ലേ. അതായത് ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് അവോയ്ഡ് ചെയ്യും. നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തണം, പക്ഷെ കുട്ടികൾ ഇപ്പം വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി. അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ ഡിസീസസ് ട്രാൻസ്മിറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ ഈ ടൈമിൽ സേഫ് സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മെക്കാനിക്കൽ ബാരിയർ ഉണ്ട്. അതാണ് കോണ്ടംസ് യൂസ് ചെയ്യുക, ഡയഫ്രംസ്, സെർവിക്കൽ ക്യാപ്സ്, ഇതൊക്കെ ഇത്തരത്തിലുള്ള കോണ്ടംസ് നിങ്ങൾക്കറിയാം. കോണ്ടംസ് യൂസ് ചെയ്താൽ എന്ത് ചെയ്യില്ല, സെമൻ ഫീമെയിലിൻ്റെ ഉള്ളിലേക്ക് വീഴില്ല. അപ്പം അതുവഴി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. അതാണ് മെക്കാനിക്കൽ ബാരിയർ മെത്തേഡ്. രണ്ടാമത്തേതാണ് കെമിക്കൽ മെത്തേഡ്. സ്പെസിഫിക് ഡ്രഗ്സ് ആർ യൂസ്ഡ് ബൈ ഫീമെയിൽ വിച്ച് ആർ ഓഫ് 2 types, ഓറൽ പിൽസ് ആൻഡ് വജൈനൽ പിൽസ്. അതായത് ഫീമെയിൽസ് എന്ത് ചെയ്യും, പിൽസ് കഴിക്കും. സെക്ഷൽ ഇൻ്റർകോഴ്സിന് മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞതായിട്ടോ വായിലൂടെ ഗുളിക എടുക്കാം, അല്ലെങ്കിൽ വജൈനിലൂടെ
എന്ത് ചെയ്യാം, പിൽസ് ഇഞ്ചെക്ട് ചെയ്യാം, അതുവഴി എന്ത് ചെയ്യാം, കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ എന്ത് ചെയ്യും, ഓവറിയിൽ നിന്ന് ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. അതുവഴി നമുക്ക് ഫെർട്ടിലൈസേഷനെ പ്രിവെൻറ്റ് ചെയ്യാം. അതും ഒരു കെമിക്കൽ മെത്തേഡാണ്. അപ്പം ബാരിയർ മെത്തേഡ് ഉണ്ട്, കെമിക്കൽ മെത്തേഡ് ഉണ്ട്. കെമിക്കൽ മെത്തേഡാണ് എന്ത്, മെഡിസിൻസ്. പിന്നെയുള്ളതാണ് ഇൻട്രാ യൂട്രൈൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസസ്. അതായത് ഈ കോപ്പർ ടീ എന്ന് പറയും, ഇൻസൈഡ് ദ യൂട്രസ് ബൈ എ ഡോക്ടർ, ഇറ്റ് പ്രിവെൻറ്റ് ഇംപ്ലാന്റേഷൻ ഇൻ ദ യൂട്രസ്. അതായത് കോപ്പർ ടീ എന്ന് പറയുന്ന ഒരു നീഡിൽ പോലത്തെ ഒരു സാധനം, അത് ഫീമെയിൽസ് എന്ത് ചെയ്യും, യൂട്രസിലേക്ക് കണക്ട് ചെയ്ത് വെക്കും. അപ്പം കുട്ടി ഉണ്ടായാൽ തന്നെ ഈ കോപ്പർ ടീ എന്ത് ചെയ്യും, അതിനെ നശിപ്പിക്കും. ഒരു ചെറിയ സെല്ല് ഡെവലപ്പ് ചെയ്താൽ തന്നെ അതിനെ കൊന്നുകളയും. അപ്പോൾ ആ വഴി എന്ത് ചെയ്യും, IUCDs, ഇൻട്രാ യൂട്രൈൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് ആണെന്ത്, IUCDs. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രിവെൻഷൻ എടുക്കാവുന്നതാണ്. പിന്നെയുള്ളതാണ് സർജിക്കൽ മെത്തേഡ്. സർജിക്കൽ മെത്തേഡിൽ എന്താണെന്ന് വെച്ചാൽ മെയിൽസിലും ഫീമെയിൽസിലും എന്ത് ചെയ്യാം, സർജറി വഴി റിമൂവ് ചെയ്യുക. അതായത് നമ്മുടെ ഫീമെയിലിൻ്റെ ഓവറി ഫെലോപ്പിയൻ ട്യൂബില്ലേ, അതായത് ഇവിടെ ഓവറി, ഇവിടെ യൂട്രസ്. അപ്പോൾ ഈ ഫെലോപ്പിയൻ ട്യൂബ് അങ്ങ് മുറിക്കും. ഫെലോപ്പിയൻ ട്യൂബ് മുറിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഫെലോപ്പിയൻ ട്യൂബ് മുറിച്ച് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് തുന്നി വെച്ചു. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മുടെ ഓവം പോവില്ല, സ്പേമും പോവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, സർജറി വഴി, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്യൂബക്ടോമി എന്ന് പറയുന്നത്. ഫീമെയിൽസിൽ നടക്കുന്നത് ട്യൂബക്ടോമിയാണ്. ഇനി മെയിൽസിലാണെങ്കിൽ അവരുടെ വാസ് ഡിഫറൻസ് കട്ട് ചെയ്യും. വാസ് ഡിഫറൻസ് കട്ട് ചെയ്ത് എന്ത് സംഭവിക്കും, സ്പേംസ് പുറത്തിട്ട് വരില്ല. അപ്പോൾ അവിടെ വെസക്ടോമി എന്ന് പറയും. വെസക്ടോമി ഇൻ മെയിൽസ് ആൻഡ് ട്യൂബക്ടോമി ഇൻ ഫീമെയിൽസ്. ഈ മെത്തേഡിനെയാണ് നമ്മൾ സർജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ, സർജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. അതാണ് ഏതൊക്കെ നമ്മുടെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്, ഈ മെത്തേഡുകളാണ്. അപ്പോൾ ഇതെല്ലാം പഠിച്ചു വെക്കേണ്ടതാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എന്താ, കോൺട്രാസെപ്റ്റീവ്. 2 മാർക്കിനും 3 മാർക്കിനും ഡിഫറെൻറ്റ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഫെർട്ടിലൈസേഷൻ മെത്തേഡ്സ് ടു അവോയ്ഡ് പ്രഗ്നൻസി എന്നൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയാലോ. Which among the following disease is not sexually transmitted? സെക്ഷുവലി ട്രാൻസ്മിറ്റ് ചെയ്യാത്ത ഡിസീസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെക്ഷുവലി ട്രാൻസ്മിറ്റ് ചെയ്യാത്ത ഡിസീസ് ഏതാ, സിഫിലിസ്, ഹെപ്പറ്റൈറ്റിസ്, HIV, ഗൊണറിയ. നമ്മളിപ്പോൾ പഠിച്ചതിൽ ഇല്ലാത്തത് ഹെപ്പറ്റൈറ്റിസ് A, മഞ്ഞപ്പിത്തമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് A മഞ്ഞപ്പിത്തം. ഏതാണ്, ഓപ്ഷൻ B ആണ് അല്ലേ, ഹെപ്പറ്റൈറ്റിസ്. വെരി ഗുഡ്. ഇനി രണ്ടാമത്തെ നോക്കിയ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻക്ലൂഡ് ഓവറീസ്, ഫെലോപ്പിയൻ ട്യൂബ്, യൂട്രസ്, വജൈന ആൻഡ് മെമ്മറി ഗ്ലാൻഡ്. These organs are involved in the production of transportation of gamete, production of sex hormone. Female system also facilitate fertilization of ova by sperm and support development of offspring during pregnancy and infancy. Read the above passage carefully and give the answer of following question. ഇതാ നമുക്ക് ഈ പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ഇൻ വിച്ച് പാർട്ട് ഡു ദ സ്പേംസ് എൻ്റർ? സ്പേംസ് ഈ പറയുന്ന നമ്മുടെ ഓവറി അല്ലെങ്കിൽ ഫീമെയിൽ യൂട്രസിൻ്റെ ഉള്ളിലോട്ട് കയറുന്നത് ഏത് വഴിയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് വഴിയാ ഒന്ന് പറഞ്ഞേ. ഇൻ വിച്ച് പാർട്ട് ഡു ദ സ്പേംസ് എൻ്റർ? എ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ഒവിഡക്റ്റ് ആണ്. ബി എന്ന് പറയുന്നത് ഓവറി ആണ്. സി എന്ന് പറയുന്നത് യൂട്രസ് ആണ്. ഡി എന്ന് പറയുന്നത് സെർവിക്സ് ആണ്. ഇവിടെ വജൈന. സ്പേംസ് എൻ്റർ ചെയ്യുന്നത് ഏത് വഴിയാ? വെജൈന ത്രൂ സെർവിക്സ് വഴി അല്ലേ. വെജൈന പിന്നെ സെർവിക്സ് വഴി. വെജൈന വഴിയാണ് എൻ്റർ ചെയ്യുന്നത് കേട്ടോ. വെജൈന വഴിയാണ് എൻ്റർ ചെയ്യുന്നത്, അതുവഴി സെർവിക്സിലേക്ക് പോകുന്നു. ദെൻ ഇൻ വിച്ച് പാർട്ട് ഡസ് ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ്? എവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ. ഫീമെയിൽ ബോഡിയിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഏത് ഭാഗത്ത് വെച്ചിട്ടാണ്? നമ്മൾ പറഞ്ഞിരുന്നു. ഏത് ഭാഗത്താ? പറയൂ പറയൂ വേഗം. ഫെർട്ടിലൈസേഷൻ അതായത് മെയിൽ ഗാമെറ്റ്, സ്പേമും ഓവവും തമ്മിൽ ഫ്യൂഷൻ നടക്കുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഏത് ഭാഗത്ത് വെച്ചിട്ടാണെന്ന ചോദ്യം. യെസ്, വെരി ഗുഡ്. എവിടെയാണ്? ഒവിഡക്റ്റിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഫെലോപ്പിയൻ ട്യൂബ് എന്നും പറയാം. ഫെലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഒവിഡക്റ്റ്. ഗുഡ്. ഇൻ വിച്ച് പാർട്ട് ഡസ് ദ ഫീറ്റസ് ഡെവലപ്പ്? കുഞ്ഞ് ഡെവലപ്പ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ഫീറ്റസ്.
ഫീറ്റസ് ഡെവലപ്പ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാ? പറയൂ. ഫീറ്റസ് ഡെവലപ്പ് ചെയ്യുന്നത്, കുഞ്ഞ് ബേബി ഉണ്ടാവുന്നത് എവിടെയാ? യെസ്, വെരി ഗുഡ് അഹമ്മദ് അലി. യൂട്രസ് ആണ് അല്ലേ? യൂട്രസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. ഇനി ലാസ്റ്റ് നോക്കിയേ, വിച്ച് സ്ട്രക്ചേഴ്സ് ഇൻ ഹ്യൂമൻ ഫീമെയിൽ ആർ ഇക്വാലൻ ടു ഫോളോയിങ് സ്ട്രക്ചേഴ്സ് ഓഫ് മെയിൽ? ടെസ്റ്റിസിനോട് മാച്ച് ആയിട്ട് വരുമ്പോൾ നമുക്ക് പറയാം എന്താ? ടെസ്റ്റിസിൽ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു, സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓവറിയിലാണ് ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രൊജസ്ട്രോണും ഈസ്ട്രജനും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വാസ് ഡിഫറൻസിന് തന്നെ മാച്ച് ആയിട്ട് വരുന്നതാണ് എന്ത്? ഒവിഡക്റ്റ് അല്ലേ? ഓവം ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഇൻ ഈച്ച് കേസ് സേ ഇൻ വാട്ട് റെസ്പെക്ട് സ്ട്രക്ചേഴ്സ് ആർ ഇക്വൽ. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓവറിയിൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ടെസ്റ്റിസിലും ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. വാസ് ഡിഫറൻസ് ആണ് അതിനെ ക്യാരി ചെയ്യുന്നത്. ഒവിഡക്റ്റിൽ ഓവമാണ് എന്ത് ചെയ്യുന്നത്? ഓവം ക്യാരി ചെയ്യുന്നു. ഒവിഡക്റ്റ് ആണ്. വാസ് ഡിഫറൻസിൽ സ്പേം ക്യാരി ചെയ്യുന്നു. യെസ്, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. മെൻഷൻ വൺ ഫങ്ഷൻ ഓഫ് പാർട്ട് ബി. ബിൻ്റെ ഫങ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ബി എന്ന് പറയുന്നത് ഓവറിയാണ്. ഓവറിൻ്റെ ഫങ്ഷൻ എന്താ? വൺ ഫങ്ഷൻ എഴുതിയാൽ മതി. പറഞ്ഞേ, ഫങ്ഷൻ ഓഫ് ഓവറി. എന്തൊക്കെയാ? സിന്തസിസ് ഓഫ് ഓവ അല്ലേ? സിന്തസിസ് ഓഫ് ഓവ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ഇത് രണ്ടും ഓവറിൻ്റെ ഫങ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് പാർട്സ് ലേബൽ ചെയ്യാൻ പഠിക്കണം. അതിൻ്റെ കൂടെ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യണം. ഈ ചാപ്റ്ററിലെ എല്ലാ ഡയഗ്രാം നിങ്ങൾ ലേബൽ ചെയ്യാൻ പഠിക്കണം കേട്ടോ. ഒന്നുപോലും ഒഴിവാക്കരുത്. നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഷൂട്ട് സിസ്റ്റം, പ്ലെമ്യൂള്, ഫ്ലവറിൻ്റെ സ്ട്രക്ചർ, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായോ? വളരെ യൂസ്ഫുൾ ആയിരുന്നല്ലോ. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ഷോർട്ട് റിവിഷൻ കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ഫുൾ എൻഗേജ് ആയിട്ട് തന്നെ നമ്മുടെ ടെക്സ്റ്റ് നല്ലോണം വായിക്കണം. ടെക്സ്റ്റ് നല്ല തെറവായിട്ട് തന്നെ വായിച്ചിട്ട് വേണം പോകാൻ. കൂടെ നമ്മുടെ ഇൻസ്റ്റാല നോട്ട്സും കൂടെ എന്ത് ചെയ്യാം? നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരികയാണ്. ഇവിടെ ഇപ്പോൾ 60 കുട്ടികൾ ബാക്കിയുണ്ട്. ഈ 60 കുട്ടികളും അതിൻ്റെ ആൻസർ എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം, മറക്കാൻ പാടില്ല. എല്ലാവരും കമൻറ്റ് ചെയ്യില്ല, ചാറ്റ് ബോക്സിലല്ല, ലൈവ് എൻഡ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഇതാണ്. ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ മെയിൽസ് ഏതാണ്? ഓക്കെ, മെയിൽസിൻ്റെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, മറക്കരുത്. അപ്പോൾ see you soon in the next class. Good night മക്കളെ. Bye bye.